പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്കൊന്നു ചേർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെല്ലാവരുടെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയ രാജനീശോ നിൻ മുമ്പിൽ വന്നിതാ കാരുണ്യ സാഗരവേ കാത്തുകൊള്ളണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട്
ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കമായാണ് നമ്മൾ കളങ്കമില്ലാതെ പരമാർത്ഥ ഹൃദയത്തോടെ, സത്യസന്ധമായ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കുകയും, നിങ്ങൾ ചെറിയ എന്താണ് ദൈവം എന്നോട് സംസാരിക്കാത്തത്? ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേർക്ക് പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്ക് സാക്ഷ്യമുണ്ട്. എല്ലാ ദിവസവും സ്വപ്നത്തിലായാലും ദർശനത്തിലായാലും സ്വരത്തിലായാലും സുഗന്ധത്തിലായാലും ഇങ്ങനെ അമ്മയുടെ പ്രത്യക്ഷ ദർശനങ്ങൾ അനേകം മക്കൾ എല്ലാ ദിവസവും അനുഭവ സാക്ഷ്യം പറയുന്നുണ്ട്. അത് ഇറ്റ് ഈസ് നോട്ട് റിസർവ്ഡ്. ആർക്കെങ്കിലുമായിട്ട് ഇങ്ങനെ സംവരണം ചെയ്ത് വെച്ചിരിക്കണതല്ല. ഇറ്റ് ഈസ് ഫോർ ഓൾ. ആർക്കായാലും സാധിക്കും. ബൈബിള് പറയണത് അത് അന്വേഷണം സത്യസന്ധമായിരിക്കണം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 145-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. 145-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, പറഞ്ഞോളൂ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് സമീപസ്ഥനാണ്. അപ്പോൾ ഹൃദയ പരമാർത്ഥതയാണ് എൻ്റെ വേണ്ടത്. അതായത്, ഒന്ന്, നീ സത്യമായ ദൈവത്തെ സത്യമാണെന്ന് മനസ്സിലാക്കുകയും അതേസമയം തന്നെ നിൻ്റെ വിഷയം, അതിൻ്റെ ഒരു പരമാർത്ഥത, സത്യസന്ധത, അത് ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവിക ഇടപെടൽ സുനിശ്ചിതമായിരിക്കുമെന്ന് നമുക്ക് സംശയമില്ലാതെ. നമുക്ക് ഈ പരമാർത്ഥതയ്ക്ക് കളങ്കം ചാർത്തുന്നത് പലപ്പോഴും സംശയമാണ്. അങ്ങനെ കർത്താവ് പറയും, സംശയമില്ലാതെ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, സംശയിക്കാതെ, ഉള്ളിൽ സംശയിക്കാതെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. സ്വരത്തിൽ ഇടിമുഴക്കം പോലെ മർക്കോസ് 11:23. മർക്കോസ് 11:23. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു ഫാക്കൽറ്റി ഹൃദയമാണ്.
ഹൃദയം എപ്പോഴും വെച്ച് സംശയിക്കാത്ത വിശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഇടത് കൈ നെഞ്ചിൽ വെച്ച് ഇടത് നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവേ 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 അങ്ങിൽ സംശയിക്കാതെ സുനിശ്ചയത്തോടുകൂടി വിശ്വസിക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മകൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എപ്പോഴും മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണം രണ്ട് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ കാർ എടുക്കുമ്പോൾ കാർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മളെന്ത് ചെയ്യും? അതൊക്കെ മുമ്പ് നമ്മളൊന്ന് ഉറപ്പ് വരുത്തും എന്തൊക്കെയുണ്ട്, ഓയിലുണ്ടോ, അല്ലേ, പെട്രോളിൻ്റെ ലെവൽ എന്താണ്, ബാറ്ററിയുടെ കണ്ടീഷൻ എന്താണ്. ഇത്തരം കാര്യങ്ങൾ ഉറപ്പ് വരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവമായിട്ടുള്ള എല്ലാ ലോഞ്ചിങ്ങിനും ഇത്രയും കാര്യം ഉറപ്പ് വരുത്തണം. എന്താണ്? ശങ്കിക്കാത്ത വിശ്വാസമുണ്ടോ, പിന്നെന്താ വേണ്ടത്? ഉറപ്പ് വരുത്തേണ്ടത് ലെവല്, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ നിലവാരം. അത് ഇറ്റ് ഇസ് വെരി സീരിയസ് തിങ്. വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഉടമ്പടി സ്നേഹത്തിൻ്റെ ബന്ധമാണ്. ദൈവസ്നേഹമില്ലാത്ത ഒരു മനുഷ്യന് ഉടമ്പടി ക്രാക്ക് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിലർക്ക് ഉണ്ടാകുന്ന വിഷയം ദൈവസ്നേഹമല്ല, വസ്തുസ്നേഹമാണ്. വിഷയസ്നേഹം എന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷയത്തോടാണ് നിങ്ങൾക്ക് സ്നേഹം, ദൈവത്തോട് സ്നേഹമില്ല. അത് ഉറപ്പല്ലേ? അതുകൊണ്ടാണ് സാക്ഷ്യം പറയാൻ പറ്റാതെ വരുന്നത്. നിങ്ങൾക്ക് ഉടമ്പടി എടുക്കുന്ന, എനിക്ക് തോന്നുന്നത് മേ ബി ഒരു പകുതിയോളം ആൾക്കാർക്ക് ദൈവസ്നേഹമില്ല. അവർക്ക് വസ്തുസ്നേഹമോ വിഷയസ്നേഹമോ ആണുള്ളത്. വസ്തു എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയത്തെക്കുറിച്ച് ഭയങ്കര സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉടമ്പടിയിലുണ്ട്. അതിലൊന്നാണ് പ്രേക്ഷിത പ്രവർത്തനം, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നത്. ആ ചുമ്മാ ഇങ്ങനെ സിനിമാക്കാർ നോട്ടീസ് കൊടുക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിച്ചേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിനുള്ളിൽ ആഗ്രഹം ഉണ്ടാകണം, കർത്താവെ ഞാൻ അറിഞ്ഞതുപോലെ എന്നെ ഞാൻ വഴി അങ്ങേ ജനങ്ങൾ അറിയാൻ ഇടയാക്കണമേ. അല്ലാതെ നിങ്ങളെ പേടിച്ചും ചമ്മയും അടപ്പ് തെറിച്ചും ഒക്കെയാണ് കൊടുക്കണം. വല്ലവരും കാണുക, ആളുകളെല്ലാം ചോദിക്കുക, അവരോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും, മറ്റൊരു കളിയാക്കുമോ, ഇങ്ങനെ കുറേ മനോരോഗികളായിട്ടാണ് ചില ആൾക്കാർ പത്രം കൊടുക്കുന്നത്. പത്രം കൊടുക്കുന്നതിൽ ഒരു 20% പേരും കൊടുക്കുന്നത് ഈ ഭ്രാന്തികളെ പോലെയും ഭ്രാന്തന്മാരെ പോലെയുമാണ്. എന്നുവെച്ചാൽ അവരുടെ കറക്റ്റ് സ്റ്റേച്ചറല്ല കാണിക്കണത്, അവരുടെ നോർമലല്ല കാണിക്കണത്. ചമ്മലി അകത്ത് വെച്ചും കാണാതെയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും ഒരു തരം മാഡായിട്ടുള്ള ആൾക്കാരെ പോലെയാണ്. അപ്പം തന്നെ ദൈവത്തിന് അറിയാം ഇതെങ്ങനെ കൊടുത്തൊപ്പിച്ച് കടമ നിർവഹിക്കുകയാണ്, ദൈവസ്നേഹമല്ലെന്നറിയാം. ദൈവസ്നേഹമുള്ളവർ അത് വെച്ച് പ്രാർത്ഥിക്കും, പത്രം വെച്ച് പ്രാർത്ഥിക്കും. കർത്താവേ ഞാനൊരു പത്രമാണ് കൊടുക്കുന്നത്, കീറിപ്പോകാതെ 10 മനുഷ്യരിത് വായിക്കണം, നിന്നെ അറിയണം, ഞാൻ അറിഞ്ഞ പോലെ അവരും നിന്നെ അനുഭവിക്കാൻ ഇടയാക്കണം. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അപ്പം ദൈവത്തിന് തോന്നും നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടെന്ന് പറഞ്ഞു. ദൈവസ്നേഹം ഇല്ലാതെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ഇത് സ്നേഹത്തിൻ്റെ ബയലാറ്ററൽ റിലേഷനാണ് ഉടമ്പടി എന്ന് പറയുന്നത്. സ്നേഹിക്കാത്ത ഒരാൾക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ലോകത്തിൻ്റെ ഉടമ്പടിയിൽ സ്നേഹം വേണമെന്ന് നിർബന്ധമില്ല, വിശ്വാസം മതി. ലോകത്തിൻ്റെ ഉടമ്പടിയിൽ വിശ്വാസം മതി. പിന്നെ ഉടമ്പടി നിറവേറ്റിയില്ലെങ്കിൽ നിറവേറ്റാനുള്ള നിയമവ്യവസ്ഥ ഉണ്ടായാൽ മതി, പോലീസ് കോടതിയൊക്കെ ഉണ്ടായാൽ മതി. പക്ഷേ അങ്ങനെ ഈ ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ പോലീസും കോടതിയൊന്നുമില്ല, ദൈവത്തോടുള്ള സ്നേഹമാണ് അവിടെ ഉള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ
ദൈവസ്നേഹത്തോടെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം തരണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഉടമ്പടിയുടെ മാതാവേ, എന്റെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന പങ്കെടുത്ത് പ്രാർത്ഥന എല്ലാവരുടെയും സ്നേഹം വർദ്ധിപ്പിക്കണമേ. സ്വരത്തിലെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ദൈവസ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഉണ്ട് ദൈവസ്നേഹം ഉണ്ട് എന്നുള്ളതിന് എന്തൊക്കെയാണ് അടയാളം? ഒന്ന്, ഫസ്റ്റ് ഒരാളിന് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയാൾക്ക് തോന്നുന്നത് അയോഗ്യതയാണ്. അനുതാപം സ്നേഹത്തിൻ്റെ ഫ്രൂട്ട്സാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് എൻ്റെ മുമ്പിലെ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്ത് സഹിത്വം ചേർന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിലാണ് ദൈവസ്നേഹം എന്ന് പറയണത്. ആ ദൈവസ്നേഹം ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? അനുതാപം ഉണ്ടാകും. സ്നേഹത്തിൻ്റെ ഫ്രൂട്ട്സാണ്. അപ്പം അനുതാപം ഉണ്ടോ? അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നിലവിലുള്ള ചിന്താഗതികൾ, മനസ്ഥിതികൾ, പെരുമാറ്റം അത് സുവിശേഷ വിഹിതമല്ലെങ്കിൽ, ദൈവത്തിൽ നിരക്കാത്തതാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ്. ആ മാറ്റുമ്പോഴാണ് കറക്റ്റ് അനുതാപമായിട്ട് അത് വർക്കൗട്ട് ചെയ്യണത്. അനുതാപം ഇങ്ങനെ മനസ്സിൽ തോന്നിയതുകൊണ്ട് കാര്യമില്ല. ഞാൻ ദൈവത്തിൽ നിരക്കാത്ത റിലേഷനിലാണ് എന്ന് പറഞ്ഞാൽ അനുതാപം ആകത്തില്ല. ഞാൻ ദൈവത്തിൽ നിരക്കാത്ത കച്ചവടം ചെയ്തുകൊണ്ട് അപ്പോൾ അനുതാപം ആകത്തില്ല. അനുതാപമാണത് അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് സത്യസന്ധമായ പരമാർത്ഥതയോടെ ദൈവത്തെ തേടണമെന്ന് പറയണത്. പരമാർത്ഥതയോടെ. ഇപ്പം നീ ചെയിൻ സ്മോക്കറാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഈ എന്താണ് ഏതാണ്ട് സാധനം വെക്കുമല്ലേ, MD അതാ വേറെ ഡിഗ്രിയാണെന്ന് തോന്നണം. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സ്വാഭാവികമായ സന്തോഷങ്ങളെക്കാൾ എക്സ്ട്രാ ആയിട്ട് സന്തോഷം, വഴിവിട്ട സന്തോഷം അനുഭവിക്കുന്ന ആളാണ് എന്ന് വിചാരിച്ചു. അപ്പം നമുക്കറിയാം, നാളെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന എല്ലാ സുഖങ്ങളും പാപമാണ്. നാളെ ദുഃഖിപ്പിക്കരുത്, അതാണത്. ഇതെങ്ങനെ തിരിച്ചറിയണം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ട് ഒഴിയണം. അപ്പോൾ നിങ്ങൾ ടൈം പാസിന് വേണ്ടി മനുഷ്യ പങ്കാളികളെയൊക്കെ ചുമ്മാ ഫോണൊക്കെ ചെയ്യുകയും ചിലപ്പോൾ മെസ്സേജ് വിളിക്കുകയും കാര്യമൊന്നുമില്ലെന്ന് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, റിലേഷൻസ്, അപ്പോൾ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഫാക്കൽറ്റിയെ ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എപ്പോഴും എന്തിനെക്കുറിച്ചാണ് ഓർക്കണത്, അത് നിങ്ങളുടെ അവസ്ഥയാണ്. എപ്പോഴും എന്തിനെക്കുറിച്ചാണ് ഓർക്കണത്, ആരെക്കുറിച്ചാണ് ഓർക്കണത്, എന്തിനെക്കുറിച്ചാണ് ഓർക്കണത്, നിങ്ങളുടെ ടൈം ആരാണ് കൺസ്യൂം ചെയ്യണത്? ദൈവമാണോ അതോ നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരവകാശമില്ലാത്ത വ്യക്തികളാണോ? അതെല്ലാം നിങ്ങളൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഉടമ്പടി വഴികളിലേക്ക് പതുക്കെ വരാൻ പറ്റും. ഇത് നിങ്ങൾ ദൈവസ്നേഹം നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബലം പ്രയോഗിച്ചൊന്നും വരേണ്ട കാര്യമില്ല.
നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ദൈവസ്നേഹം നിറയാൻ പ്രാർത്ഥിച്ചാൽ മതി. അത് നിങ്ങൾ ഇപ്പോൾ ഉടമ്പടി കുറേ സ്നേഹത്തിൻ്റെ പ്രയോഗങ്ങളുണ്ടല്ലോ. ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിച്ച് പ്രയോഗങ്ങളുള്ള സ്ഥലമാണ്. ഇപ്പോൾ എല്ലാ തരത്തിലും, അതായത് സാധാരണ വിശ്വാസം, പ്രാർത്ഥന, വിശ്വാസം, പ്രഖ്യാപനം, വിശ്വാസം, പ്രയോഗം, വിശ്വാസം. അപ്പം അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളിൽ ഏറ്റവും ശക്തമായത് നിൽക്കുന്നത് ഉടമ്പടിയിലാണ് പ്രയോഗങ്ങളുള്ളത്. അപ്പം അത് ശരിക്കും നമ്മൾ അതിൻ്റെ സിസ്റ്റം നോക്കിയിട്ട് അവധാനതയോടുകൂടി ഉടമ്പടിയെ സമീപിച്ചാൽ നല്ല ടൈം ഷോർട്ടനിങ് സംഭവിക്കും. ടൈം ഷോർട്ടനിങ് നിങ്ങൾക്ക് ഉടമ്പടി ലാഗ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എന്നെ വന്ന് കാണുന്ന ആൾക്കാരൊക്കെ പറയത്തില്ല, ഉടമ്പടി 2 പുതുക്കി. ഞാൻ നോക്കണത് നിങ്ങളുടെ മച്യൂരിറ്റി സ്റ്റേജാണ് നോക്കണത്. ഇപ്പം നിങ്ങളുടെ വിഷയം ആയില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ ആ ചീട്ട് എഴുതിയിട്ടുണ്ടാവും, ഉടമ്പടി 2 പുതുക്കി 3 പുതുക്കി. അപ്പം ഉടമ്പടി 2 പുതുക്കിയ ആൾക്കാർക്ക് ഈ വിഷയം നടന്നില്ലെങ്കിൽ ഈ വ്യക്തി പൊട്ട വ്യക്തിയാണെന്ന് അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചില ആൾക്കാരോട് ഞാൻ സംസാരിക്കത്തില്ല, അതിൻ്റെ കാര്യം സംസാരിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ടാണ്. അവരോട് സംസാരിച്ചിട്ട് കാര്യം, അവർ കാര്യത്തിന് വേണ്ടി മാത്രം ഉടമ്പടി എടുത്തിരിക്കുന്നതാണ്, കാര്യത്തിന് വേണ്ടി മാത്രം, അല്ലാതെ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഉടമ്പടി 3 മാസം കഴിഞ്ഞിട്ടും അവർക്ക് ദൈവവുമായിട്ട് ഇതുവരെ കാണാനോ ദൈവവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ പറ്റിയിട്ടില്ല. അവർ വിഷയത്തെക്കുറിച്ച് ആദ്യം കൊണ്ടിരിക്കുക, വസ്തു വിൽക്കണില്ലല്ലോ, ജപ്റ്റ് മാറണില്ലല്ലോ, പൈസ ആര് തരും, എങ്ങനെ ഓഫർ ലെറ്റർ, എങ്ങനെ വിസ കിട്ടും, ഈ വിഷയം മാത്രമാണ് അവർ ഫുൾ ടൈമായിട്ട് ഉടമ്പടി എടുത്തെങ്കിലും ഇവർ ഈ വിഷയത്തെക്കുറിച്ച് ഓവറായിട്ട് ഇവർ ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അവർ അതുകൊണ്ടാണ് ആ സംഭവം ലാഗ് ചെയ്ത് പോണത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് കറക്റ്റ് ചെയ്യണം. അതായത് ദൈവത്തിൽ ഇപ്പം തന്നെ ഇന്നലത്തെ എലിസബത്ത് ആൻ്റിയുടെ സാക്ഷ്യമില്ലേ, ഇപ്പോൾ എലിസബത്ത് ആൻ്റിയുടെ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർ അത് ചർച്ച ചെയ്യണത് രാഷ്ട്രീയ ബേസിലാണ് അല്ലേ, രാഷ്ട്രീയ ബേസിലാണ്. ഇപ്പോൾ എന്നോട് ചില മീഡിയക്കാരൊക്കെ ചോദിച്ചു, അച്ഛൻ ഇൻ്റർവ്യൂ അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും ഇതായിട്ട് ബന്ധമില്ലല്ലോ. തന്നെയല്ല, ഇതൊരു പക്ക സ്പിരിച്വൽ സബ്ജക്റ്റ്, നമുക്കത് രാഷ്ട്രീയ സബ്ജക്റ്റ് അല്ലല്ലോ. എന്നോട് ചോദിച്ച എൻ്റെ മീഡിയ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ഇതൊരു സ്പിരിച്വൽ സബ്ജക്റ്റാണ്, ആ ലേഡി പക്ക സ്പിരിച്വലാണ്, അതാണ് വിഷയം. അവർക്കിത് രാഷ്ട്രീയ വിഷയമല്ല ശരിക്കും, അവരുടെ പേഴ്സണലായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആന്തരികമായുള്ള അതുകൊണ്ടാണ് പറയണത് എല്ലാവരും മാതാവിനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നി, എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. അതാണ് പക്ഷേ അവർ ദൈവത്തെ തേടുകയാണ് ആത്മാർത്ഥമായി, എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. അപ്പോഴേ എൻ്റെ ഉടമ്പടി അങ്ങ് സ്വീകരിച്ചിട്ടില്ലേ, അപ്പോഴേ എൻ്റെ പ്രഭാഷണം അവർ കേൾക്കുമ്പോൾ ഞാൻ പറയും നിങ്ങളെ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് ദൈവം അത് എടുക്കണ ഒരു വിഷയമാണ്. ദൈവം അത് സ്വീകരിക്കണത് ഇറ്റ്സ് അനദർ സബ്ജക്റ്റ്, വേറെ ഒരു സബ്ജക്റ്റാണ് എന്ന് ഞാൻ പറയുമ്പോൾ ആ പ്രസംഗത്തിലൂടെ അവർക്ക് മനസ്സിലാകും അവിടെ ഉടമ്പടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് സ്വീകരിക്കാഞ്ഞത്, എൻ്റെ സേവനയിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കാണോ, അതൊരു സ്പിരിച്വൽ സബ്ജക്റ്റാണ്, ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ സബ്ജക്റ്റ്. അപ്പോഴേ അവരത് ദൈവത്തോട് കണ്ണീരോടെ അവർ വിശ്വസിച്ച് ദൈവത്തോട് കണ്ണീരോട് ചോദിക്കും എൻ്റെ ഉടമ്പടി എന്തുകൊണ്ടാണ് അങ്ങ് സ്വീകരിക്കാത്തത്. അപ്പോൾ അവർ വിസ്പർ ചെയ്യും, അതായത് വിസ്പർ ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് എ ഫാബ്രിക് സ്റ്റോറി. നമുക്ക് കാര്യം വിസ്പർ ചെയ്യണം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. ദൈവം ഇങ്ങനെ മന്ത്രിക്കാം. കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ കുരിശ് രൂപത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് കുരിശിൽ മുത്താൻ പോയപ്പോൾ പുറപ്പാട് 33:7 എന്ന് എഴുതി കാണിച്ചു. നമ്മൾ ഈ ദൈവത്തോട് ഒപ്പം സഞ്ചരിക്കുമ്പോൾ മനുഷ്യന്മാരെപ്പോലെ നമുക്ക് പലർക്കും മനുഷ്യന്മാരുടെ ഇടപെടെ പരിചയമുള്ളൂ. ദൈവത്തോട് ഇടപെട്ട് കഴിയുമ്പോൾ എന്ത് വിദ്യേനയും ദൈവം കൺവേ ചെയ്തിരിക്കും. അതിൻ്റെ ദെയർ ഈസ് നോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്നും ഇല്ല എൻ്റെ അകത്ത്. എന്ത് വിധം ഡ്രീമെങ്കിൽ ഡ്രീം, ദർശനമെങ്കിൽ ദർശനം, അത് സ്വരമെങ്കിൽ സ്വരം, സുഗന്ധമെങ്കിൽ സുഗന്ധം, കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ മന്ത്രിച്ചെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ പറഞ്ഞു. അവർ മന്ത്രിച്ച് എന്താണ് ചെവി പറഞ്ഞു കൊടുത്തത്, ദൈവം പറഞ്ഞു കൊടുത്തത് 2 സാമുവേൽ 23:5. അപ്പോൾ അത് ദൈവം പറഞ്ഞു കൊടുക്കണതാണത്. ആർക്കും കിട്ടും. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് തേടിക്കഴിഞ്ഞാൽ ആരോടും സംസാരിക്കും ദൈവം. സത്യസന്ധമായിരിക്കണം.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വിഷയത്തിനാണ് പ്രാധാന്യം എടുത്ത് കൊടുത്ത് ഇപ്പോഴും നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഈ ജന്മത്തെ ദൈവം നിങ്ങളോട് സംസാരിക്കത്തില്ല. ഇറ്റ് ഇസ് ക്ലിയർ. നിങ്ങൾ ഇപ്പം തന്നെ തീരുമാനിക്കണം, പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ വിഷയത്തെക്കാളുപരി അങ്ങേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതം പുനർക്രമീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാൻ ഈ ആരാധനയിലൂടെ മനസ്സാകണമേ. രണ്ട് സാമുവേൽ 23:5 വായിച്ചോളൂ. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ക്ലിയറാണ്. കർത്താവേ, അങ്ങ് എൻ്റെ ഉടമ്പടി സ്വീകരിച്ചില്ലേ എന്ന് ഹൃദയം പതറി ചോദിക്കുമ്പോഴാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. വാട്ട് ഇസ് ദാറ്റ്? അതാണ് പ്രസൻസ് എന്ന് പറയണത്. ഉടമ്പടിയിലെ പ്രസൻസ്. ഉടമ്പടി പ്രസൻസിൻ്റെ പദ്ധതിയാണ്, സാന്നിധ്യത്തിൻ്റെ പദ്ധതി. നീ കർത്താവിനോട് കണ്ണുനീരോട് ചോദിച്ചോ, നിൻ്റെ ആവശ്യം സത്യസന്ധമാണ് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നീ ഉടമ്പടി വിശ്വസ്തത കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും, പക്കായായിട്ട് സംസാരിക്കും. 2 സാമുവേൽ ആ വചനം എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ് ആ വചനം കിടക്കുന്നത്? അത് ആ ചേച്ചിക്കറിയത്തില്ല. പക്ഷേ കർത്താവ് പറയും, എൻ്റെ മനസ്സിതാണ്, ഇതിൽ നീ ചോദിച്ച ഉത്തരം ഈ വചനത്തിലുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് റീഡ് ഇറ്റ്. എടുത്ത് വായിക്കാൻ പറയും. എടുത്ത് വായിക്കാൻ പറയുമ്പോൾ അവിടുന്ന് നിന്നോട് ഞാൻ ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു. എന്നുവെച്ചാൽ ഇടയ്ക്കൊരു ബ്രേക്ക് ചെയ്യുന്ന ടെമ്പററി ഉടമ്പടിയല്ല. ദൈവം ഇങ്ങോട്ട് ചെയ്യുന്നതെല്ലാം നമുക്ക് ദൈവത്തോട് ടെമ്പററി ഉടമ്പടിക്ക് സാധ്യതയില്ല. കാര്യം ദൈവത്തിൻ്റെ എൻഡിട്ട് ആദ്യം അന്ത്യമില്ലാത്തത് കാരണം നമുക്ക് ദൈവത്തോട് ഒരു ടെമ്പററി ഇൻറ്റേറിയം താൽക്കാലികമായിട്ടൊരു ഉടമ്പടിക്ക് സാധ്യതയില്ല. നമുക്ക് അവിടെയാണ് അബദ്ധം പറ്റിയിരിക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോട് നമുക്കൊരു വ്യക്തിക്ക് ടെമ്പററി ഉടമ്പടി സാധ്യമല്ല. കാര്യം ദൈവം നിത്യനായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടി കാലം കഴിഞ്ഞു എന്നും പറഞ്ഞ് കള്ളു കുടിക്കാൻ പറ്റത്തില്ല. അപ്പം കാര്യം വെച്ചാൽ ഉടമ്പടി കാലം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ടേ, എൻ്റെ ഉടമ്പടി കാലം കഴിഞ്ഞു, 90 ദിവസം കഴിഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് അഭ്യാസത്തിന് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അങ്ങനെ പോകുമ്പോൾ വരാൻ പോകുന്ന പ്രശ്നം, നിങ്ങൾ പോകും എന്നുള്ളത് ഉടമ്പടിക്ക് IELTS പാസ്സാക്കാൻ വേണ്ടി മാത്രമുള്ള വയറ്റിപ്പഴപ്പ് അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് നിൽക്കുകയാണ്. ഇത് കഴിയുമ്പോൾ ഇവളുടെ തനി നിറം കാണിക്കുമെന്ന് ദൈവത്തെ നേരത്തെ അറിയുക. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് വരുന്നൊരു അബദ്ധം ഇതാണ്. ഉടമ്പടി എടുത്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ച് പണി കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ പഴയ ഫ്രോഡായിട്ട് മാറുമെന്ന് ദൈവത്തിന് അറിയാം. ഇതുകൊണ്ട് ഈ വിഷയം ലീക്കേജ് എന്ന് പറയാം. ഉടമ്പടിയുടെ ലീക്കേജ്, കവനന്റ് ലീക്കേജ്, ഇത് ആദ്യം ബ്ലോക്ക് ചെയ്യണം. കൃപയുടെ ലീക്കേജ് വരുന്ന ഒരു വഴി ഇതാണ്. ദൈവത്തിന് നിങ്ങളുടെ വിഷയം നേരത്തെ അറിയാം. അപ്പോൾ നേരത്തെ അറിയാവുന്ന കാരണം നിങ്ങൾ ആദ്യമേ തന്നെ മുൻകൂർ ജാമ്യത്തിൽ എടുക്കണം. കർത്താവേ, ഉടമ്പടിയുടെ കാലം കഴിഞ്ഞാലും ഞാൻ നിന്നോട് ചെയ്ത വാഗ്ദാനങ്ങൾ വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാം. അതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയും വസ്തു വിൽക്കാൻ വേണ്ടി, പെണ്ണ് കെട്ടാൻ വേണ്ടി, കൊച്ചുണ്ടാകാൻ വേണ്ടിയുള്ള എന്തോ ഒരു മാന്ത്രിക പരിപാടിയായിട്ട് മാറും. ദൈവം അതിന് തയ്യാറല്ല. അതാണ് പറഞ്ഞാൽ അവിടുന്ന് എൻ്റെ ഉടമ്പടി ശാശ്വതമായ അവിടെ നിന്നോട് ചെയ്ത. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റീഡ് ഇറ്റ് അഗൈൻ. സാമുവേൽ 23:5 അവിടുന്ന് എന്നോട് ശാശ്വതമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഉടമ്പടിയിലെ രക്ഷയുണ്ട്, നിത്യത, അഭിലാഷം, അനുദിന ജീവിതം. 2 കാര്യങ്ങളാണ് ഉള്ളത്.
ഒന്നിനു വായിച്ച്, അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ഉടമ്പടി 2 നിയോഗങ്ങളാണ്. ആ ഉടമ്പടി നിയോഗങ്ങളെ നമ്മൾ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഉടമ്പടി. അപ്പോൾ അതിൻ്റെ ഏറ്റവും പരമയിലാണ് ക്യാപിറ്റൽ കവനൻ്റ് ഹോളി ക്രിസ്റ്റ് വരണത്, നിത്യതയുടെ കൂദാശ കുർബാന. അപ്പോൾ അവിടുത്തെ രക്ഷയും പിന്നെന്താണ്? അഭിലാഷം. അഭിലാഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതാഭിലാഷങ്ങളാണ്. അതിൻ്റെ ജോലിയുണ്ട്, വീടുണ്ട്, വിവാഹമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, സ്ഥലമുണ്ട്, അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഉടമ്പടിയിൽ എന്തൊക്കെയാണുള്ളത്? ഒന്ന് രക്ഷ, നിത്യജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ. രണ്ടാമത് അഭിലാഷം, അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ. ഇതെല്ലാം ഒറ്റ പാക്കേജിലാണ്. എന്താണ്? ഉടമ്പടി എന്ന ഒറ്റ പാക്കേജിൽ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ രക്ഷയും എൻ്റെ അഭിലാഷവും സാധിച്ചു തരുന്ന ഉടമ്പടിയുടെ ഭാഗമായതിലെ ഞാൻ സന്തോഷിക്കുന്നു. അതേ കൃപയിലെ നിലനിന്ന് പോകാൻ എന്നെ അഭിഷേകം ചെയ്യണം. നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് എപ്പോഴും വരുന്ന വിഷയം ജീവിതവും ജീവനും, അതാണ് രക്ഷയും അഭിലാഷവും. ഇത് ഇപ്പം രക്ഷ എന്ന് പറയുന്നത് ജീവനെ സംബന്ധിക്കുന്നതും അഭിലാഷം എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിക്കുന്നതുമാണ്. ജീവൻ്റെ നിലനിൽപ്പാണ് ജീവിതം. ഐഹിക ജീവിതത്തിൻ്റെ ഭൗതിക നിലനിൽപ്പ്. ഐഹിക ജീവിതത്തിൻ്റെ ജീവൻ്റെ ഐഹിക നിലനിൽപ്പും ഭൗതികമായിട്ടുള്ള അതിൻ്റെ മെയിൻ്റനൻസുമാണ് ജീവിതമെന്ന് പറയണത്. ഇതിന് വേണ്ടത് അഭിലാഷങ്ങളാണ്, ആഗ്രഹങ്ങൾ. ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. അതായത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആഗ്രഹങ്ങളാണ് ഫിസിക്കൽ ഫേവേഴ്സ്. അതിന് നമ്മൾ ബ്ലെസ്സിങ്സ് എന്ന് പറയും. അതിന് മലയാളത്തിൽ നമ്മൾ അനുഗ്രഹങ്ങളെന്ന് പറയും. ജീവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടത് കൃപയാണ്. ജീവന് കൃപയും ജീവിതത്തിന് ബ്ലെസ്സിങ്സുമാണ്. മാറിപ്പോകരുത്. ആധ്യാത്മിക ശാസ്ത്രം കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. ജീവന് വേണ്ടത് കൃപ, അതിന് ശക്തി. അപ്പോൾ ഈ ജീവന് പരിപോഷണം കിട്ടാനും ജീവിതത്തിന് പരിപോഷണം കിട്ടാനും മെത്തേഡ് വ്യത്യാസമാണ്. 2 തരം മെത്തേഡാണ്. ജീവിതത്തിൻ്റെ സിമ്പിളാണ്, അവൻ പറയണ പോലെ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ അകത്തെല്ലാം ലൈറ്റ് വേർഡ് ഓഫ് ഗോഡേ ഉണ്ടാകത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ജീവിതത്തിൻ്റെ അകത്ത് ജീവനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ളത് ആ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കഠിനമായ വേർഡ് ഓഫ് ഗോഡാണ് ഉള്ളത്. വേർഡ് ഓഫ് ഗോഡ് തന്നെ 2 ഉണ്ട്. എന്തൊക്കെയുണ്ട്? ദൈവവചനങ്ങൾ 2 ജാതിയുണ്ട്. എന്താണ്? ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന, അഭിലാഷങ്ങളെ സാധിക്കുന്ന, നിത്യജീവിതത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ലഘുവചനങ്ങൾ. ആ ഒരു ലഘുവചനങ്ങൾ ജീവിച്ചു പോയാൽ തന്നെ നമ്മുടെ ജോലി, വീട്, വിവാഹം, IELTS, MOH, ഹാദ്, നമ്മുടെ ജീവിത ആരോഗ്യമെല്ലാം സാധിക്കും ലഘുവചനങ്ങൾ. ചില വചനങ്ങൾ കട്ടിയാകും. കട്ടിയാകുമ്പോൾ ഓർക്കുക, അത് ജീവനെ പരിപോഷിപ്പിക്കാനുള്ളതാണ്. അത് നിത്യജീവനായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ വചനങ്ങൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എനർജി കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് കുർബാനയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, യോഹന്നാൻ 6:60. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? മനസ്സിലാക്കാൻ പോലും കഴിയത്തില്ലെന്ന്. അത് പറഞ്ഞ് യോഹന്നാൻ 6:60 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അതായത് ഇത് മനസ്സിലാക്കാൻ, കേൾക്കാൻ പോലും കഴിയത്തില്ലെന്ന്. ആ വചനങ്ങൾ, ആ കഠിന വചനങ്ങൾ എന്താണ്? കേൾക്കാൻ പോലും മനസ്സിലാക്കാത്ത വചനങ്ങൾ. അത് ജീവൻ്റെ വചനങ്ങളാണ്. എന്തിനു വേണ്ടിയുള്ള വചനങ്ങളാണ്? കഫർനാമിൽ വെച്ച് ഈശോ സംസാരിച്ച സിനഗോഗിൽ വെച്ച്. ഞാൻ ആ സിനഗോഗിൽ പോയിട്ടുണ്ട്.
ഞാൻ ആ സിനഗോഗിൽ പോകുമ്പോൾ ഇന്നും എനിക്ക് അഭിമാനമുണ്ട്. കർത്താവ് കൃപാനെക്കുറിച്ച് പറഞ്ഞ സ്ഥലമാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ആ കഫർനാം സിനഗോഗിൻ്റെ ഇന്നത്തെ അവസ്ഥ, അവിടെ അതൊരു ടൂറിസ്റ്റ് ലാൻഡാണ്. അവിടെ ഇപ്പോൾ വീട് താമസങ്ങളൊന്നുമില്ല. ഗലീയ കടലിൻ്റെ വടക്ക് പടിഞ്ഞാറ് വശത്ത് ഉള്ള വീടാണ് കഫർനാം സിനഗോഗ്. ആ സിനഗോഗിൻ്റെ ഫ്രണ്ടിലാണ് പത്രോസിൻ്റെ വീടുള്ളത്. അതൊക്കെ ഇപ്പോഴും ഉള്ളതാണ് അതൊക്കെ. അപ്പോൾ ഈ സിനഗോഗിൽ ചെന്നപ്പോൾ എനിക്കാണെങ്കിൽ ഉള്ള കുഴപ്പം, എനിക്ക് വെയിൽ കൊള്ളാൻ പാടില്ല. ഞാനെപ്പോഴും തൊപ്പി വെച്ചിട്ട് നടക്കത്തുള്ളൂ. ചെറിയ മഴ കൊള്ളാൻ പോലും പാടില്ല. പക്ഷേ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ കഫർനാം സിനഗോഗിൻ്റെ ഇപ്പോഴേ ഈ ഭിത്തികൾ മാത്രമേ ഉള്ളൂ. കുറേ വർഷം പഴക്കമുള്ള ആ സിനഗോഗ് അവിടെ താഴെ ഭൂമി തുരന്ന് വെച്ചിട്ടുണ്ട് ആർക്കിയോളജിക്കാരെ. അപ്പോൾ അതിൻ്റെ ആദ്യകാലങ്ങളുണ്ടായിരുന്ന സിനഗോഗിൻ്റെ പൊടി കല്ലുകൊണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത് ഉൾപ്പെടെ ഓരോ കാലഘട്ടങ്ങളിൽ അത് പുതുക്കി പണിതതിൻ്റെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ളതിന് തന്നെ ഒരു 10,000 കൊല്ലം പഴക്കമുള്ളതാണ്. പക്ഷേ അതിൻ്റെ മേൽത്തട്ടിയില്ല, മറിച്ച് 4 മൂലക്ക് ഭിത്തിയേ ഉള്ളൂ. അപ്പോൾ നല്ല വെയിൽ വീണിട്ടുണ്ട് അതിൻ്റെ അകത്ത്, നല്ല ചൂടുമാണ്. പക്ഷേ കർത്താവ് സിനഗോഗിൽ നിന്ന് സംസാരിച്ച സ്ഥലം, ഞാൻ ഈ സിനഗോഗിൽ പോകുന്ന കാരണം കഴിഞ്ഞ മാസവും പോയായിരുന്നു. എറണാകുളത്ത് ഒരു പഴയ സിനഗോഗുണ്ട്, അവിടെ പോയായിരുന്നു. യഹൂദന്മാരുടെ പള്ളിയാണ്. അപ്പം ആ സിനഗോഗിൻ്റെ അവിടെ കർത്താവിൽ നിന്ന് സംസാരിക്കുന്ന സ്ഥലം എനിക്കറിയാം. സിനഗോഗിൻ്റെ പുൾപ്പിറ്റുള്ള സ്ഥലം അറിയാം. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട്, കർത്താവേ, നീ ഇവിടെ നിന്നല്ലേ കുർബാനയെക്കുറിച്ച് സംസാരിച്ചത്? ഞാൻ കുർബാന കൈകാര്യം ചെയ്യുന്ന നിൻ്റെ ദിവരഹസ്യത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകനാണ്, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ 40 മിനിറ്റ് അവിടെ കിടന്ന് തല എടുത്ത് ആ ചുട്ടുപൊള്ളുന്ന തിണ്ണയിൽ വെച്ചുകൊണ്ട് വെയിലും കൊണ്ട് 40 മിനിറ്റ് കിടന്ന് അവിടെ. എനിക്കറിയാം ആ സ്ഥലം എന്താണെന്ന്. അവിടെ വെച്ചാണ് കർത്താവ് പറഞ്ഞത്, പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെ അല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ജീവൻ്റെ വചനമാണത്. അതാണ് ഈശോ 6:35 തൊട്ട് യോഹന്നാൻ്റെ സുവിശേഷം 6:35 തൊട്ട് 57 വരെ പറയണത്. അതാ കഫർനാം സിനഗോഗിൽ ഞാൻ നെറ്റിവെച്ച് 40 മണിക്കൂർ വെയിലത്ത് കിടന്ന സ്ഥലത്ത് നിന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞ് കേട്ടപ്പോൾ അന്നത്തെ ആൾക്കാരെന്താ പറഞ്ഞത്? ഈ വചനം കഠിനമാണ്, ആർക്കിത് മനസ്സിലാക്കാൻ കഴിയും? പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരോടും കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ചോദിക്കാൻ നിവൃത്തിയില്ല. ഡു യു ഓൾസോ വാണ്ട് ടു ഗോ? നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? അപ്പോൾ കർത്താവിനോട് അവർ പറഞ്ഞു, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. കൈയിട്ടിച്ച് കർത്താവ് ഞങ്ങളെല്ലാവരും നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു ഈ ആരാധനയിലൂടെ. കൂടെ പാടുക സന്തോഷത്തോടെ. ഓ ദിവ്യമാ സ്നേഹമേ, ദിവ്യമാ സ്നേഹമേ, Oh,
ശ്രുതിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഭാഷാവരത്തോടെ അതാണ് ജീവൻ്റെ വചനം. ജീവൻ്റെ വചനം കഠിനമായിരിക്കും. ദയപൈതരെ, നിൻ്റെ ജീവിതത്തിൽ ഒരു വചനം പാലിക്കാൻ കഠിനമാണെന്ന് തോന്നുക. അപ്പോൾ നീ ഓർക്കണം, ഇത് കഠിനമാണല്ലോ, ഇത് നടക്കത്തില്ലല്ലോ, ഇതെങ്ങനെ ഞാൻ പാലിക്കും, എനിക്ക് സാധ്യമല്ലോ എന്ന് തോന്നിയാൽ നീ വിചാരിക്കണം, ഇത് അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല, നിത്യജീവിതത്തിന് വേണ്ടി കർത്താവ് ക്രമീകരിച്ച കൃപയുടെ വചനങ്ങളാണ്. കൈയിട്ടിച്ച് കർത്താവ് തിരുവത്താഴ ആർക്കെങ്കിലും സ്നേഹത്തിൻ്റെ ജീവൻ്റെ വചനം കേട്ടപ്പോൾ ഉള്ളിൽ ദൈവസ്നേഹം തോന്നിയെങ്കിൽ അത് തന്നെയാണ് ദൈവസ്നേഹം. അത് നഷ്ടപ്പെടാതെ ആ ദൈവസ്നേഹത്തോടെ നീ ഉടമ്പടി അനുവർത്തിച്ചാൽ മതി. അപ്പോൾ നിൻ്റെ അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ കഠിനമായ വചനങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നോ കഴിഞ്ഞാൽ നിത്യജീവൻ കിട്ടുമെന്നോ ഇതൊരു മാത്തമാറ്റിക്കൽ ചെയ്യേണ്ടതെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കഠിനമായ വചനങ്ങൾ പാലിക്കാൻ വേണ്ടി സത്യസന്ധമായ ശ്രമം നമ്മൾ നടത്തിയാൽ നമുക്ക് ജീവൻ്റെ കൃപ, നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കാൻ, നിത്യതയിൽ കർത്താവിനെ അനുഭവിക്കാൻ, നിത്യമഹത്വത്തിൻ്റെ അവകാശികളാകാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്നത് കാര്യം ദൈവം സത്യസന്ധനായതുകൊണ്ട് മനസ്സിലാക്കാം. എന്താണ് കഠിനമായ പദമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മർക്കോസിൻ്റെ മത്തായിയുടെ സുവിശേഷം 5:21 എടുത്ത്. മത്തായി 5:23, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ പാടുക, ഏറ്റു പറയുക. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പോഴേ ഭിന്നതയിലിരിക്കുന്ന വ്യക്തിജീവിതം ഉടമ്പടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉടമ്പടിയിൽ എടുത്തിട്ടും ഇപ്പോഴും ഭിന്നതയിൽ കഴിയുന്നുണ്ടോ? നീ അങ്ങോട്ട് ഭിന്നിപ്പുണ്ടാക്കണമെന്നല്ല, അവരിങ്ങോട്ട് ഭിന്നിപ്പുണ്ടാക്കിയാൽ മതി. ചിലപ്പോൾ വസ്തു തർക്കമായിരിക്കും, ചിലപ്പോൾ അതുപോലെ അതിർത്തി തർക്കമായിരിക്കും, ചിലപ്പോൾ ഉദ്യോഗത്തിൽ വർക്ക് അറേഞ്ച്മെൻറ്റ് തർക്കമായിരിക്കും. എനിവേ, നിൻ്റെ സഹോദരനോട് നിന്നോട് എന്തെങ്കിലും പരിഭവം ഉണ്ടെന്ന് തോന്നിയാൽ, അയാൾക്ക് ഇങ്ങോട്ട് തോന്നിയാൽ മതി, എന്തു ചെയ്യണം? നീ തിരിച്ചു പോയി അയാളുമായി അനുരഞ്ജനപ്പെടണം. അപ്പോൾ നമ്മൾക്ക് പറയാൻ ഒത്തിരി ന്യായമുണ്ട്. അയാളത് മൈൻഡ് ചെയ്യത്തില്ല, അയാൾ ഉൾക്കൊള്ളത്തില്ല, അയാൾ എന്നെ അഭ്യാസം പറഞ്ഞ് ഓടിക്കും. അതൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിനറിയാം. നീ അങ്ങനെ ഒരു ഉദ്യമം നടത്തിയാൽ തീർച്ചയായിട്ടും നിനക്ക് തിരിച്ചടി കിട്ടുമെന്ന്.
അപ്പോൾ തിരിച്ചടി ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചിട്ടും ഒരു വ്യക്തിക്ക് തിരിച്ചടി കിട്ടിയാൽ അതിന് പ്രതിഫലം കൊടുക്കേണ്ടത് ആരാണ്? ദൈവമാണ്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം ദൈവം പറഞ്ഞിട്ട് പാലിച്ച് നമ്മൾ തിരിച്ചടി വാങ്ങിച്ചിരിക്കുന്നതാണ്. ദൈവം സത്യവാനും നീതിയായതുകൊണ്ട് തീർച്ചയായിട്ടും നീതിവാന്മാരുടെ പുനരുദ്ധാന ഘട്ടത്തിൽ നമ്മൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. കാര്യം കർത്താവിന് കുറേ വചനങ്ങളില്ലേ, അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ കഠിനമാണ്. എന്താണ്? നിന്നോട് ശണ്ട കൂടി ഉടുപ്പ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ആരാധന. അനുരഞ്ജനത്തിൻ്റെ വരദാനമേകുന്ന കൂദാശയർപ്പണമല്ലോ. അനുരഞ്ജനത്തിൻ്റെ വരദാനമേകുന്ന കൂദാശയർപ്പണമല്ലോ. ഐക്യത്തിൽ ഞങ്ങൾ പുലരാത്തുടയ്ക്കും പങ്കുവയ്ക്കനുഭവം നൽകിയാലും. മത്തായി 5:40. മത്തായി 5:40. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. ഇതെന്ത് വചനമാണ്? കഠിന വചനമാണ്, ലഘുവചനമല്ലേ, എളുപ്പമല്ലല്ലോ നടത്താൻ. നിന്നോട് വ്യവഹരിച്ചാണ് കേസ് നിന്നെ പ്രതിയാക്കി കേസിന് പോയി. പണ്ട് ഉടുപ്പൊന്നും ഇല്ലായിരുന്ന കാലത്തെ, ഇപ്പോഴല്ലേ സർവത്ര ഉടുപ്പൊന്നും ഇല്ലായിരുന്ന കാലത്ത് വളരെ അപൂർവമായിരുന്നു. സ്ക്രൈബന്മാർക്കും ലോഡ്സിനൊക്കെയാണ് ഉടുപ്പുണ്ടായിരുന്നത്. സാധാരണ മനുഷ്യർക്ക് അത്യാവശ്യം മറക്കാനൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു ഉടുപ്പിനൊക്കെ ഭയങ്കര വിലയാണ്. അത് നഷ്ടപ്പെട്ട കേസിന് പോകും. അതാണ് നിന്നോട് വ്യവഹരിച്ച് കേസിന് പോയാൽ, നിന്നോട് ശണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? മേലും കൂടി കൊടുക്കുക. ഇത് എത്ര ശതമാനം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും? ഇക്കണോമിക്കലി സ്പീക്കിംഗ് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? 100 പേര് ഇത്രയും കൃത്യമായിട്ട് ഇതിൻ്റെ നമ്മളോട് ശണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുന്നതിന് മേലേക്ക് കൂടി കൊടുത്തിട്ട് പോരാൻ ആർക്ക് പറ്റുമോ? പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ സൂര്യൻ എന്ന് പറഞ്ഞ ടാർഗറ്റ് ഇല്ലേ, നിത്യത്തിന് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ആർജിക്കുന്ന കൃപയുടെ ആനുപാതികമായിട്ടായിരിക്കും. ഇപ്പോൾ വചനം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് കൃപ ടാപ്പ് ചെയ്യണത്. ഇതിൻ്റെ നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ആനുപാതികമായിട്ടായിരിക്കും നമ്മൾ ബ്രാൻഡഡ് ആകണത്, ഗ്രേഡഡ് ആകണത്, നക്ഷത്രമോ ചന്ദ്രനോ സൂര്യനൊക്കെ ആകണത്. കൃപയുടെ കാര്യമാണ് അവിടെ പറയണത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോൾ അതിന് ദൈവം എന്താ ചെയ്യണത്? ഈ നക്ഷത്രമോ ചന്ദ്രനോ ഏത് ബ്രാൻഡഡ് ആയിട്ടുള്ള കൃപയാണ് വേണമെന്നുണ്ടെങ്കിൽ ദൈവം എന്താ ചെയ്യണത്? ദൈവം അതിനുള്ള ടെംപ്റ്റേഷൻസോ ട്രബിൾസോ അതുപോലെ തന്നെ ട്രബിൾസ് അല്ലല്ലോ, നമ്മളുടെ കുറേ പരീക്ഷണങ്ങൾ തരും, ടെസ്റ്റ് തരും. ഈ ടെസ്റ്റാണ് വിഷയീകരിക്കുന്നത്. ഇപ്പം നിൻ്റെ ഉദാഹരണത്തിന് നിൻ്റെ അനുജൻ പ്രശ്നം ഉണ്ടാക്കി അപ്പനെയും അമ്മനെയും കയ്യിലെടുത്ത്, അവസാനം നിനക്കറിയാം അവൻ്റെ സ്വഭാവം. അപ്പനെയും അമ്മനെയും കയ്യിലെടുക്കണത് അവരുടെ ജീവനാവശ്യം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ ഇവരെ ഇറക്കി വിടുകയുള്ളതെന്നറിയാം. അവസാനം ഈ അപ്പനെയും അമ്മനെയും നീ തന്നെ ചുമക്കണമെന്നുള്ളത് നിനക്കറിയാം. കാര്യം നീ ആ ചേട്ടൻ അനിയൻ തമ്മിൽ എത്ര വർഷമാണ് ജീവിക്കുമ്പോൾ അനിയനെ അറിയാമല്ല. അനിയൻ്റെ സ്വഭാവം എന്താണെന്നല്ല ചേട്ടൻ്റെ സ്വഭാവം അനിയനെ അറിയാം. പക്ഷേ അപ്പനും അമ്മയും ഈ മക്കളെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ മൈൻഡ് സെറ്റാണ്. ഇളയ മക്കളോടാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും ചെറുക്ക് മൂത്ത മക്കളോടായിരിക്കും സ്നേഹം. അപ്പോൾ ഈ സ്നേഹം കൂടണ കാരണം ഇവന്മാരുടെ തട്ടിപ്പൊന്നും ഈ മാതാപിതാക്കന്മാർക്ക് അറിയാൻ പറ്റത്തില്ല. കാണുന്ന പാട്ടൊക്കെ ഒപ്പിട്ട് കൊടുക്കും. മിക്കവാറും അവിടെ കയ്യിൽ തന്നെ ഇരിക്കും. ചെന്ന് ചതിക്കാനുള്ളവൻ ഒപ്പിട്ട് മേടിക്കും. എപ്പോഴായാലും അവരിങ്ങനെ ചതിക്കാനുള്ളവൻ എപ്പോഴും പേനയും പേപ്പറും കൊണ്ട് ഇങ്ങനെ പുറകെ നടക്കും. അപ്പോൾ ഓർക്കുക ചതിക്കാനാണെന്ന്. അതിങ്ങനെ ബുദ്ധിയും ബോധം ഉണ്ടാകണം. മാതാപിതാക്കന്മാർ ആയിട്ട് കാര്യമില്ല.
പേനയും പേപ്പറുമായിട്ട് എപ്പോഴും മക്കൾ ഏത് മക്കളാണ് കൂടെ നടക്കുന്നത് അവൻ നിങ്ങളെ ചതിക്കും. 60% ചതിച്ചിട്ടുണ്ട്. വലിയ ലോണൊക്കെ എടുത്താൽ കൊണ്ടേ കുരുക്കി വെക്കും. ആരടക്കും? അവനടക്കത്തില്ല. അവൻ നാട് വിട്ട് പോകും. വേണ്ട അടുത്ത അമ്മേനെ മസ്കറ്റിൽ പോയിരിക്കും. ഈ കണ്ട മരത്തിൽ വിളിച്ചാൽ ഫോൺ എടുക്കത്തുമില്ല. അപ്പോഴെന്ത് ഞൊട്ടി ബാങ്കുകാർ കൊണ്ടുപോകണേ പോട്ടെ, കാരണം ബാങ്കുകാരും കൂടി അവൻ ഞൊട്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇത് അപ്പോൾ എപ്പോഴും അപ്പോൾ ഇതുപോലെ ഇത് നമുക്കറിയാം. അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ചതിക്കാൻ വേണ്ടിയാണ് ചെയ്യണമെന്നറിയാം. അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് ബുദ്ധിയല്ല. ഇവൻ ചതിക്കും, അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിവേചനം ഉണ്ടാകണം. പക്ഷേ ഈ കേസ് ചില സമയത്ത് ചില വചനങ്ങൾ ശരി, അവൻ അപ്പനെ നോക്കില്ല, അമ്മനെ നോക്കില്ല, അപ്പൻ്റെ അമ്മയുടെ ജീവനാംശം അവൻ അടിച്ചു മാറ്റി അവൻ നാട് വിട്ട് പോയെന്ന് വിചാരിച്ചോ. ഇപ്പോൾ അപ്പനും അമ്മയും നോക്കാൻ ആരുമില്ല. അവരുടെ ജീവനാംശം അവകാശം അനിയൻ അടിച്ചു മാറ്റി അവൻ നാട് വിട്ടും പോയി. ഇപ്പം എന്നാ പറ്റി? അപ്പൻ്റെ അമ്മയും ജീവനാംശം കൊടുക്കാത്ത ആൾ നീ തന്നെ അപ്പനെ അമ്മനെ നോക്കേണ്ടി വന്നു. മനസ്സിലായ? ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഒരു വിശ്വാസി കൈകാര്യം ചെയ്യണത്? അത് ഈ വചനം വെച്ചാണ്. എന്താണ്? നിന്നോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കാൻ പറയും. ഈ വചനം എന്താ? കഠിനമാണ് ലഘുവാണ്? ജീവനാംശം അനുജം മേടിച്ചു, പക്ഷെ അപ്പനെയും അമ്മനെ നീ നോക്കേണ്ടി വരും. ഈ വചനം കഠിനമാണ് ലഘുവാണ്? കഠിനമാണ്. ഈ വചനം നമുക്ക് പാലിക്കാൻ പാടാണ്. പക്ഷെ പാലിച്ചാൽ എന്ത് കിട്ടും? നിത്യജീവൻ. കൈയടിച്ച് കർത്താവേ കഠിന വചനങ്ങള് ജീവിതത്തിൽ നടപ്പിൽ വരുത്തി കൃപയാർജിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അപ്പം എല്ലാ ലഘുവചനങ്ങളും വചനം 2 വിഭാഗമാണ്. ഒന്ന് ലഘുവചനങ്ങളും കഠിനവചനങ്ങളും. ലഘുവചനങ്ങൾ പാലിച്ചാൽ അവൻ പറയണ പോലെ ചെയ്താണ് ലഘുവചനങ്ങൾ പാലിക്കുക. അവൻ പറയണ പോലെ ചെയ്താണ് കഠിനവചനങ്ങൾ പാലിക്കുക. 2 ഉടമ്പടിയാണ്. ഒന്നിൻ്റെ അത് നിത്യജീവൻ്റെ ഉടമ്പടി, രണ്ടാമത്തത് അനുദിന ജീവിതത്തിൻ്റെ ഉടമ്പടി. അപ്പം കഠിനവചനങ്ങൾ നിനക്ക് പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ നിനക്ക് പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നിനക്ക് പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് ദൈവസ്നേഹത്തോടെ എടുക്കണം. എന്ത് വശത്തിലാണ്? അതിൽ നിത്യജീവനുണ്ട്. വചനങ്ങളിലാണ് നിത്യജീവൻ വെച്ചിരിക്കുന്നത്. ഇല്ലേ? മത്തായി 5:39. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. അപ്പം ഇതിനകത്ത് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കാത്ത കാര്യങ്ങളാണ്. പ്രായോഗികമായിട്ട് നടക്കുക. നമ്മൾ വിടുക, നമ്മുടെ മുഖത്തോട്ട് അടിക്കും പാർസൽ കൊടുക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് ദൈവത്തെ അറിയാം. ഈശോയ്ക്ക് ഇത് അറിയാൻ പാടില്ലാതാണ് എഴുതിയിരിക്കണമെന്നാണ് വിചാരിക്കണത്. ഈശോയ്ക്ക് അറിയാം ഇതൊന്നും നടക്കണ കാര്യമല്ലെന്നറിയാം. എന്താ കാര്യം? ഇത് ITIയുടെ ടെസ്റ്റല്ല, IASന്റെ ടെസ്റ്റാണ്. സൂര്യനിലേക്കുള്ള ടെസ്റ്റാണ്. സൂര്യകൃപ ലഭിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണിത്. കാര്യം അതിൻ്റെ അകത്ത് അതാണ് ഈശോ പറഞ്ഞത്, ജീവനിലേക്ക് പ്രവേശിക്കുന്നവരോ ചുരുക്കം, നാശത്തിലേക്ക് പോകുന്നവരോ വിസ്തൃതം, അനേകം. കണ്ടില്ലേ? ക്ലിയർ അല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയൊക്കെ വരുമ്പോൾ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്യാൻ നോക്കണം. കഠിന പദങ്ങൾ ഈസി പദങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പുട്ടടിക്കാനേ പറ്റത്തുള്ളൂ. കഠിന പദങ്ങൾ ക്രാക്ക് ചെയ്താൽ നിത്യജീവൻ കിട്ടും. ഞാൻ അമ്മയെ നേരെ കണ്ട ആളാണെന്ന് എനിക്കറിയാമല്ലോ. ഇപ്പം നിത്യജീവൻ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാ കോംപ്രമൈസും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് ഈ ലൈഫിൻ്റെ അപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന നിത്യതയുടെ ഒരു വലിയ മഹത്വത്തിൻ്റെ ജീവിതമുണ്ട് ദൈവവുമായിട്ട്. ഈ ജീവിതം നമ്മളിവിടെ എന്നോ നേടിയെന്ന് പറഞ്ഞാലും ഈ ജീവിതം നഷ്ടപ്പെട്ടാൽ പൗലോസ് പറഞ്ഞ പോലെ വരും. എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ പ്രത്യാശ വെച്ചെങ്കിൽ സകല മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. 1 കൊരിന്ത്യർ 15:19 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യരാണ്. അപ്പം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്ന മക്കളുണ്ട്. ഇപ്പം
കാറൽ മാർക്സിൽ പ്രത്യാശ വെച്ച ആൾക്കാരുണ്ട്, ഇല്ലേ? സർവർക്കറിൽ പ്രത്യാശ വെച്ച ആൾക്കാരുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. അതാണ് പൗലോസ് പറയണത്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുണ്ടെങ്കിൽ സകല മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. കാര്യം എന്താണ്? യേശുക്രിസ്തു പ്രത്യാശ വെക്കുന്നവൻ നിത്യജീവന് വേണ്ടിയാണ്. കൈയടിച്ച് കർത്താൻ എന്നും കൂടെ ഇരിപ്പാൻ എല്ലാവരും പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ യേശുവേ, എന്റെ ഹൃദയത്തെ അടിമുടി കൃപയാൽ ദൈവസ്നേഹത്താൽ നിറക്കണമേ. മക്കളെ, നമ്മ കണ്ട വചനം എന്താണ്? മത്തായി ശ്ലീഹ 5:39 എന്താണ്? നിന്നോട് 2 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ. അപ്പോൾ 5:40 കണ്ടത് അല്ലേ? 5:40 കണ്ടു. മത്തായി ശ്ലീഹ 5:39 കണ്ടു. ഒരു ചികിടത്തടിക്കണവന് മറു ചികിട് കാണിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ ചില സമയത്ത് അക്രമിയെ എതിർക്കരുതെന്ന് കൃത്യമായിട്ട് വചനം പറയും. അപ്പം നമുക്ക് പറയാം, അവൻ അക്രമിയെ എതിർത്തില്ലെങ്കിൽ അവൻ നമ്മുടെ തലയെ ഞൊട്ടിക്കൊണ്ട് പോകുമെന്ന് പറയും. അപ്പോഴെന്നെ സമയത്ത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഠിന പദമാണ്. കഠിന പദത്തിൻ്റെ ഉദ്ദേശം ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളല്ല, നിത്യതയാണ്. ഈ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്യുമ്പോഴാണ് നിത്യജീവൻ ലഭിക്കുന്നത്. അതറിയണമെങ്കിൽ 5:38 വായിച്ച് ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 5:38 അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അതാണ് സംഭവം. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. കാരണം എന്താണ്? 5:38 യോഹന്നാൻ എന്താണ്? അതിൽ പറഞ്ഞ അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ വചനത്തിൽ ഉള്ളത് നമ്മൾക്ക് കിട്ടാൻ എന്താ മാർഗം? വചനം ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടി വരും. അല്ല വചനം അവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നിത്യജീവൻ നിങ്ങൾ നിത്യജീവന് വചനം നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യം, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിത്യജീവൻ എല്ലാ വചനങ്ങളിലുമില്ല, പ്രത്യേകിച്ച് കഠിന വചനങ്ങളിലേ ഉള്ളൂ. ഇത് രഹസ്യമാണ്. ലഘുവചനങ്ങളുടെ കുറവാണ്. അത് ഫിസിക്കൽ ഫേവേഴ്സ്, അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ള ഭൗതിക ആനുകൂല്യങ്ങളാണ് ഉള്ളത്. ഫിസിക്കൽ ഫേവേഴ്സ്, സോക്കോൾഡ് ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളാണ് ഉള്ളത്. കഠിന വചനങ്ങളിലാണ് നിത്യജീവൻ ഇരിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് പാലിക്കാൻ പ്രയാസമുള്ളൊരു വചനമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഓർക്കുക, അത് ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, ഭൗതിക ആനുകൂല്യങ്ങളല്ല, നിത്യജീവന് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഹോംവർക്കാണ്, ഗൃഹപാഠമാണ് കഠിനപദം.
അതുകൊണ്ടാണ് മത്തായി 18:16 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ യേശുവേ ആരാധന. മത്തായി 18:16 അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2-3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1-2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോവുക. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാമോ? ഇത് ലിങ്ക് ചെയ്യുമ്പോഴാണ് ഈ വചനത്തിലുള്ള യോഹന്നാൻ 5:38 മനസ്സിലാകേണ്ടത്. നീ വചനം അന്വേഷിക്കുന്നു, അതിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നു. ആ നിത്യജീവൻ എവിടെ ഇരിക്കണത്? അതായത് 5:23 മത്തായി ശ്രീകാട് 5:23 എന്താണ്? നിൻ്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ നീ നിൻ്റെ കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് അവനോട് പോയി അനുരഞ്ജനപ്പെടണം. എന്തിനു വേണ്ടിയാണ് അനുരഞ്ജനപ്പെടണമെന്നാണ് മത്തായി 18:16 പറയണത്. എന്തിനാണ്? അവൻ നിൻ്റെ വാക്ക് കേട്ടാൽ എന്ത് സംഭവിക്കും? നിൻ്റെ സഹോദരനെ നീ നേടും. എന്തിനാണ്? നീതിമാന്മാരുടെ പുനരുദ്ധാന ഘട്ടം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. മത്തായി 13:43 അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. മത്തായി 13:43 മത്തായി 13:43 കണ്ട സൂര്യൻ വരണ കണ്ട ബ്രാൻഡിങ് വരണ കണ്ടല്ലേ? സൂര്യൻ എന്താണ്? കർത്താവ് സൂര്യനെ കുറിച്ചേ പറയത്തുള്ളൂ, ചന്ദ്രനെ കുറിച്ചും പറയത്തില്ല. ഇത് ഭയങ്കര ട്രാപ്പാണ് കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ പിന്നെ ഈ തോറ്റ ആൾക്കാർക്ക് വേണ്ടി ട്യൂട്ടോറിയൽ തുടങ്ങിയിട്ടുണ്ട്. ചന്ദ്രൻ, നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കർത്താവിൻ്റെ ട്യൂട്ടോറിയലിൽ തോറ്റവർക്ക് സ്ഥാനമില്ല. അവിടെ നോക്കിയേ, ചന്ദ്രൻ എന്നും ഇല്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ അവർ സൂര്യനെപ്പോലെ ശോഭിക്കും. മഹത്വത്തിൻ്റെ സൂര്യനാണ്. ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിഫലം വെച്ചുകൊണ്ടാണ് ഈ ബൈബിൾ മെക്കാനിസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം നീ വിചാരിക്കുവേ, ഇപ്പം ഞാനിപ്പോൾ കർത്താവ് പറഞ്ഞൊക്കെ ചെയ്തായിരിക്കും നഷ്ടമല്ലേ എന്നല്ല ചോദിക്കണത്. ഞാനിതൊക്കെ കഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണത്തിലടിച്ചവന് വേറെ ചേട്ടൻ കൂടി കാണിച്ചു കൊടുത്താൽ വീട്ടിൽ വരുമ്പോൾ മക്കൾ പറയും അപ്പം പോയി അടിച്ചിട്ട് വാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുഖത്ത് BCM വെച്ച് നടക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അതല്ലേ മക്കൾ പറയത്തുള്ളൂ. അവന്മാരത് പറയണം. അവനത് പറയണം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഭാരതീയ മീമാംസകളിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ്? നരൻ പശു സമാനമാണ്. നരൻ പശുവിനാണ്. അപ്പോൾ പശുവിനെ കുത്തിയാൽ തിരിച്ചു കുത്തും, അത്രേ ഉള്ളൂ. നരൻ മൃഗത്തെ തുല്യമാണെന്നാണ് പറയണത്. പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിൻ്റെ സ്വഭാവം എന്താണ്? അല്ലെങ്കിൽ മൃഗത്തിൻ്റെ സ്വഭാവം എന്താണ്? കുത്തിയാൽ തിരിച്ചു കുത്തും, കടിച്ചാൽ തിരിച്ച് കടിക്കും, എല്ലാം ചെയ്യും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബൈബിള് എന്താ പറഞ്ഞിരിക്കണത്? നീ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ പറഞ്ഞിരിക്കുക. കാര്യം എന്താണ്? നിന്നെ നിത്യതയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. പശുവിനെ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നില്ല. ഈ വിവേചനം നാം മനസ്സിലാക്കണം. ഈ വിവേചനമില്ലാത്തവർ പശുവായി ജനിച്ച് പശുവായിട്ട് തന്നെ മരിക്കും. അങ്ങനെയുള്ളവരുണ്ടാകും, മക്കളുടെ കൂട്ടത്തിലുണ്ടാകാം. ഈ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളും അപ്പനും ഭാര്യയും ഭർത്താവും ഒന്നും ഇല്ലല്ലോ. ഭാര്യയും ഭർത്താവും പോലും ഇല്ല, പിന്നെയാണ് പ്രശ്നം അല്ലേ? കർത്താവ് എന്താ പറയണത്? വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾ എല്ലാം ചത്തുകെട്ട് ഓരോ ഭർത്താക്കന്മാർ ചാകുമ്പോൾ അടുത്ത ഭർത്താവിനെ കിട്ടും. അവസാനം അവളും മരിച്ചു, ആ 7 ഭർത്താക്കന്മാരും മരിച്ചു. എന്നിട്ട് അവസാനം പുനരുദ്ധാനത്തിൽ ആരുടെ ഭർത്താവായിരിക്കും ആ സ്ത്രീ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഈശോ എന്താ പറയണത്? അവിടെ കല്യാണം കെട്ടലും പരിപാടിയൊന്നും ഭാര്യയും ഭർത്താവൊന്നും ഇല്ല. അതെല്ലാം ഇവിടെ ചാപ്റ്റർ ഇവിടെ സെമിത്തേരി വെച്ച് ക്ലോസ് ചെയ്യും. അവിടെ കർത്താവിൻ്റെ കൃപ നിറഞ്ഞ ദൈവിക ജീവനാണുള്ളത്, അവബോധത്തോടുകൂടി. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ആനന്ദിക്കാനുള്ള സൗഭാഗ്യത്തോടു കൂടി നിൻ്റെ ആത്മാവ്
എന്തുമാത്രം അറിയുന്ന എന്തുമാത്രം നീ പ്രയോഗത്തിൽ വരുത്തുന്നുവോ ആ അറിവെല്ലാം കൃപയായിട്ട് മാറുകയും അത് നിന്റെ മഹത്വത്തിന് കാരണമാകുകയും ചെയ്യുന്ന കൈയടിച്ച് കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആഴമായ വചന ബോധ്യങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എഴുന്നേക്ക നിത്യജീവന്റെ ഒരുമിച്ച് പാടുക. നീ എന്റെ താതനല്ലോ, നിത്യജീവന്റെ നാഥനല്ലോ. പുറത്ത് പോകേണ്ടവർക്ക് പുറത്ത് പോവുക. പുറത്ത് പോകണമെന്ന് തോന്നുന്നവർക്ക് പുറത്ത് പോവുക. ഒരുമിച്ച് പാടുക. വെള്ളം കുടിക്കാനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവര് പുറത്തേക്ക് പോവുക. ചൊരുത്തി പാടുക. ഈശോയെ ഹൃദയത്തിൽ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കേട്ട വചനങ്ങൾ ഞങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. കഠിന വചനങ്ങള് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ വചനം പാലിക്കുവാൻ നമ്മുടെ അടുത്ത് ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാടാം. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വ മഹത്വ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതിശയമെന്ന് ജനം പറയും, ഇതത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും, ഇതത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴലിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴലിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കഠിന വചനങ്ങള് ശ്രവിക്കുന്ന മാത്രയിൽ അത് ദൈവസ്നേഹത്തോടെ നടപ്പിലാക്കുവാൻ പരിശുദ്ധ അമ്മയെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനം നടപ്പിൽ വരുത്തുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഇരിക്കുക.
പ്രിയമുള്ളവർ, ഈ വചനം കർത്താവ് നൽകിയ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. പക്ഷേ ആർക്കും തെറ്റിദ്ധാരണയൊന്നും വേണ്ട, ബൈബിൾ ജീവിക്കുന്നത് കഠിനമാണെന്ന്. അങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, കഠിന വചനങ്ങൾ ചെയ്യുന്നവർ ഡെസ്പാകേണ്ട കാര്യമില്ല. കഠിന വചനങ്ങൾ ചെയ്യുന്നവർ ഡെസ്പാകേണ്ട കാര്യമില്ല. കഠിനമായ ചില വചനങ്ങൾ ജീവിച്ചതിൻ്റെ പേരിൽ നഷ്ടം വന്നവരുണ്ട്, ക്ലേശം, എക്സ്ട്രാ ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. അവർ ഡെസ്പാകണ്ട. അതെന്ത് ചെയ്യണം? അവർ നിത്യജീവന് വേണ്ടി അത് നീക്കി വെക്കണം. കാര്യം എന്താ? കഠിന വചനങ്ങൾ, ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞുള്ള കേസില്ലേ, എന്താ കേസ്? അതായത് ഇപ്പോൾ മൂത്ത ചേച്ചി കല്യാണം കഴിച്ച് വിട്ടു, നടുവത്തെ ചേച്ചിയും കല്യാണം കഴിച്ചപ്പോൾ കുടുംബം റപ്റ്റായി. നിൻ്റെ കല്യാണം വന്നപ്പോൾ അപ്പനമ്മയും മരിച്ചു. അപ്പം നീ 10 കൊല്ലം എന്തുണ്ട് നിനക്ക് ബാലൻസ്? മൂത്ത ചേച്ചി കുടുംബം വിറ്റ് കെട്ടിച്ച് വിട്ട ചേച്ചി വന്ന് തിരക്കണില്ല അപ്പനും അമ്മയും കിടപ്പ. അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കട്ടയിലാണ്. നിനക്ക് എന്ത് കിട്ടി ഈ ജീവിതത്തിൽ? കുടുംബത്തിൻ്റെ അടുത്ത് കെട്ടിച്ച് വിട്ട നടുവത്തെ ചേച്ചി തിരക്കണില്ല. അവിടെ മക്കളെ കാനഡയിൽ വിടാൻ വേണ്ടിയുള്ള തിരക്കാണ് അവർ. ഈ അപ്പനും അമ്മയും നിൻ്റെ മുതുകത്തായിരിക്കണത്. നിനക്കാണെങ്കിൽ വരുമാനം കുറവാണ്, അവരാരും ഇങ്ങോട്ട് വരണമില്ല. വല്ലപ്പോഴും വന്നിട്ട് 500 തന്നിട്ട് പോകും. ഇതാണ് നിൻ്റെ ജീവിതം. ഇതാണ് കഠിന പദമെന്ന് പറയണത്. എന്നിട്ട് നീ നിൻ്റെ സ്നേഹത്തോടെ ക്ഷമയോടെ നിൻ്റെ മാതാപിതാക്കന്മാരെ നോക്കിയ ദൈവപൈതലെ നിൻ്റെ പ്രതിഫലം. 6:35 എടുത്ത ലൂക്കാ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്ക 6:35. എന്നാൽ നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ഇതാണ് കഠിന പദങ്ങളെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് പ്രതിഫലമില്ലാതെ നമ്മൾ ചില ആൾക്കാർ പറയത്തില്ലേ, എള്ളുളങ്ങണത് എണ്ണ കിട്ടാം, പാറ്റാപ്പുഴി കൊടുക്കണത് എന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നു. ഇവിടുന്ന് ഇത് കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നേടിയെടുത്തത് വേറെ ആൾക്കാർ. അപ്പോൾ നിനക്ക് ചില സമയത്ത് അപ്പനും അമ്മയും കൂട്ടുനിന്നിട്ടില്ല അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അപ്പനും അമ്മനും പ്രാകാൻ തോന്നും. ജീവിതകാലം മുഴുവൻ നീ രാവിലെ എഴുന്നേക്കണത് തന്നെ പ്രാഗിക്കാൻ എഴുന്നേക്കണത്. ദൈവത്തിലെ സ്വർഗം നിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നീ തിരിച്ചറിയാത്തത് വചനം അറിയാത്തത് കൊണ്ടാണ്. വചനം അറിയുന്ന വ്യക്തികൾ, അതായത് നിനക്കറിയാമല്ലോ, മക്കളുള്ളവരും മക്കളില്ലാത്തവരും അവസാനം ഒരുപോലെയാവും. കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാത്തവരും അവസാനം ഒരുപോലെയാവും. വസ്തുക്കളുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാകും. പക്ഷേ ഒരുപോലെ ആകണമ്പോഴേ ആരുടെ കൂടെയാണ് ദൈവം നിൽക്കണത്, ആർക്കാണ് ദൈവത്തെ അനുഭവിക്കാൻ പറ്റണത്, അവനാണ് കോടീശ്വരൻ എന്ന് പറയുന്നത്. അവൻ കൃപയുടെ കോടീശ്വരനാണ്. അതുകൊണ്ട് ഒരു കാര്യവും ഈശോ പറയും, നിങ്ങൾ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ അനീതി, വൈ കാൻറ്റ് യു സഫർ ഇൻജസ്റ്റിസ്? പത്തോസ് ചോദിക്കണം, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമെൻ ദൈവമെന്നും. 1 കൊറിന്തോസ് 6:7. 1 കൊറിന്തോസ് 6:7. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്.
എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ? പ്രൈസലാണ്. ചില സമയത്ത് ദ്രോഹം ക്ഷമിക്കാനൊരു കൃപ കിട്ടും, വഞ്ചന സഹിക്കാനൊരു കൃപ കിട്ടും. ഇത് കൃപയാണ് ശരിക്കും, ദ്രോഹം ക്ഷമിക്കാനും വഞ്ചന സഹിക്കാനും. ഞാൻ ചില സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിച്ച് പിരിയാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ ഞാൻ അവളോട് ചോദിക്കും, എടി നീയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അതാ അവൻ നിന്നെ കൊണ്ടൊന്ന് ആക്കിയിട്ട് പിന്നെ വരാതിരുന്നതാണ്? അടുത്തവരപ്പോൾ ചോദിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ, എടി നീയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അതാ നിന്നെ കൊണ്ടൊന്ന് ആക്കിയിട്ട് അവൻ വരാതിരുന്നതാണ്? അത് എന്നെ കൊണ്ടൊന്ന് ആക്കിയിട്ട് അവൻ വരാതിരുന്നതാണ്. അവൻ്റെ അവിടെ അമ്മയുടെ വർത്തമാനമാണ് അയാൾ കേൾക്കണത്. അത് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് വചിരിക്കണം, കണ്ടാ, ഐ കാൻറ്റ് ഡു സഫറിങ് ജസ്റ്റിസ്. എൻ്റെ ദൈവത്തെ നിത്യതയുടെ കൊളുത്തപ്പെട്ടൊരു വിളക്ക് നിൻ്റെ ജീവിതത്തിൽ നിന്ന് മുമ്പിൽ തെളിച്ച് വെച്ചിട്ട് കാണുന്നില്ലെങ്കിൽ നീ ബിബ്ലിക്കലി സ്പീക്കിംഗ് യു ആർ എ ബ്ലൈൻഡ് വുമൺ. മനസ്സിലായില്ലേ? നിത്യതയുടെ വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്ന കർത്താവ് അനീതി സഹിക്കാൻ, ദ്രോഹം ക്ഷമിക്കാൻ ഒരവസരം, അത് നിത്യതയുടെ വിളക്കാണ്. അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നീ അന്ധയാണെന്ന കർത്താവ് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഞങ്ങൾക്ക് മുമ്പിൽ തെളിയപ്പെട്ടിരിക്കുന്ന നിത്യയുടെ വിളക്കുകൾ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. ചർച്ചി പാടുക. എന്നെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. നീ എന്നോട് ഒരു ദിനാറയ്ക്ക് സമ്മതിച്ചതല്ലേ, നിൻ്റെ കൂലി വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. ആര് പറഞ്ഞാണത്? കർത്താവ് പറഞ്ഞാണ്. എന്ന് പറഞ്ഞതാണ്? ഇന്ന് കുർബാനയ്ക്ക് പറഞ്ഞാണ് അല്ലേ? അപ്പോൾ ചില സമയത്ത് നമ്മൾക്കാണ് തോന്നുന്നത് അനീതിയാണെന്ന്. ദൈവം എനിക്ക് മക്കളെ തന്നില്ല, ദൈവം എനിക്ക് സ്നേഹമുള്ള ഭർത്താക്കന്മാർ തന്നില്ല, എനിക്ക് ശനിയാഴ്ച കാറും എടുത്തുകൊണ്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. നീ അനിയത്തിയെ നോക്കിയിരിക്കണേ. നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കണത്? നിനക്ക് സ്നേഹമുള്ള ഭർത്താവിന് തന്നില്ല. അയാളുടെ മൊബൈൽ നോക്കുമ്പോൾ വേറെ ആൾക്കാരുടെ പേരൊക്കെ കേൾക്കുന്നത്. അയാൾക്ക് രാത്രിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തുനിന്ന് വിളിക്കണേ കാണാം. ഇയാൾ ഏത് പണ്ടാരത്തിനെ വിളിക്കണം ദൈവത്തിന് അറിയാം. അപ്പോൾ നീ മോന്തം കയറ്റി വന്ന് നിൻ്റെ കൂടെ ഈ മനുഷ്യൻ്റെ കൂടെ കിടക്കുകയാണ് നീ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വിഷയങ്ങളെല്ലാം നിത്യതയോട് നിന്നെ അടുപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് പറയുന്നതാണ്, ഈ ഭർത്താവായാലും നാളെ മാഞ്ഞു പോകും. ഈ ഭൂമിയിലുള്ള എല്ലാം മാഞ്ഞു പോകും. മാഞ്ഞു പോകാത്ത സ്നേഹത്തിനായി നീ ദാഹിക്കണമെന്ന് എന്നോട് പറയുകയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു ഹൃദയം വേണം. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, മാഞ്ഞു പോകാത്ത വസ്തുക്കളും മാഞ്ഞു പോകാത്ത വസ്തുക്കളും മാഞ്ഞു പോകാത്ത വ്യക്തികളും മാഞ്ഞു പോകാത്ത വ്യക്തികളും മാഞ്ഞു പോകാത്ത ജീവിതവും കണ്ടെത്തുവാൻ എന്നെ ഇന്നുള്ള കഷ്ടപ്പാടുകളെ സമീപിക്കുവാൻ അഭിഷേകം നമുക്ക് നൽകണമേ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈശോ ഈ ലോകത്തെ സങ്കടങ്ങളെ എടുത്തിട്ട് പറയും. എന്താ പറയണത്? 8:18 എടുത്ത റോമ 8:18 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. കഷ്ടതകളെ എന്ന് നിസ്സാരമാക്കുന്നു അന്ന് നീ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്തിരിക്കുന്നു. കഷ്ടത ഇല്ലെന്നല്ല പറയണത്. ഓരോ കഷ്ടതയെ ദൈവം അഡ്രസ്സ് ചെയ്യുന്ന രീതിയുണ്ട്. സ്വർഗത്തെ വെച്ച് വേണം കഷ്ടതയെ അഡ്രസ്സ് ചെയ്യാൻ. എങ്ങനെയാണ്?
എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമാണ്. അതായത് നമ്മൾ കഷ്ടതയുണ്ട്. നമുക്ക് എന്താ കാര്യം? സ്നേഹിക്കാത്ത ഭാര്യ, അല്ലെങ്കിൽ സ്നേഹിക്കാത്ത നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയെ മനസ്സിലാക്കാത്ത ജീവിത പങ്കാളി, മക്കളാണെങ്കിൽ പോലും നമ്മൾക്ക് പനി വന്നാൽ പോലും മക്കൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരുടനെ ഇപ്പോൾ ചാകാൻ പോണ പോലുള്ള അഭിപ്രായം കാണിച്ച് മമ്മി നോക്കിയില്ല, പപ്പ നോക്കിയില്ല. ഇപ്പോൾ ആദ്യത്തെ പ്രസവത്തിന് പോയ ആൾക്കാരുടെ നിലവിളി കേൾക്കണം ഫോണിൽ. എന്ത് പരിപാടിയാണ്? നിങ്ങൾക്ക് എൻ്റെ കാശ് മാത്രം മതി, എനിക്കൊരു അവസ്ഥ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരണില്ല. അമ്മയുടെ പാസ്പോർട്ട് എടുത്തേക്കണേ ഇപ്പോഴാണേ. 6-ാം മാസമോ 7-ാം മാസമോ ആയപ്പോഴാണ് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നേ. കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ള പെൺപിള്ളേർ പ്രസവിക്കാമെന്ന് നമുക്ക് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? മമ്മിയെയും കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ മറ്റേ മമ്മി ഉടക്കും, ഭർത്താവിൻ്റെ മമ്മി ഉടക്കും. അപ്പോൾ ഈ രണ്ട് കക്ഷിയെ കെട്ടിയെടുത്തില്ലെങ്കിൽ നമുക്ക് 3.5 ലക്ഷം രൂപ ലാഭം. അതിനിവിടെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ശരിയാവുമെന്ന് തോന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് പാസ്പോർട്ട് എടുക്കാൻ ഓർഡറത്. ഇപ്പോഴാണ് പാസ്പോർട്ട് എടുക്കാൻ ഓർഡർ, മമ്മിക്ക് പാസ്പോർട്ട് എടുക്കാൻ ഓർഡറത്. പക്ഷേ അത് ഇപ്പം നിനക്ക് എൻ്റെ ആവശ്യം ഉണ്ടായപ്പോഴല്ലേ എൻ്റെ പാസ്പോർട്ടും ഫോട്ടോയൊക്കെ തിരക്കണമെന്ന് മമ്മി ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടി മമ്മിയുടെ വാപത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ കഷ്ടപ്പാടെന്ന് അറിയണ്ടല്ലോ, കാശ് മാത്രം മതിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തെറ്റ് മറച്ച് വെച്ചുകൊണ്ട് മമ്മിയുടെ തെറ്റ് ഊതിക്കത്തിച്ചിട്ട് സ്കൂട്ടാകണ പരിപാടി. മകളെ എവിടം വരെ ഓടും? ഓന്തോടിയ വെയിൽ വരെ. ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ഓടണമെന്ന് ഓർത്തേക്കണം. സത്യസന്ധമല്ലാത്തൊരു വർത്തമാനം പറയരുത്. വിശുദ്ധമായ അധരങ്ങളുണ്ടായാൽ ഉടമ്പടി നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ അധരങ്ങൾ വിശുദ്ധീകരിക്കണമേ. വ്യാജവാക്കുകൾ ഞങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നാളെ വരുന്ന മഹിമയുള്ള ഇന്നിൻ ദുഃഖങ്ങൾ നിസ്സാരമാ. നാളെ വരുന്ന മഹിമയുള്ള ഇന്നിൻ ദുഃഖങ്ങൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം കഠിന പദങ്ങളും കഠിന അനുഭവങ്ങളും സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുമ്പോൾ നിനക്ക് 20 മാർക്ക് കിട്ടും. നിങ്ങളെപ്പോഴും ചെയ്യണം എങ്ങനെയെന്നറിയാവോ? ഈ ചില ബുദ്ധിയും ബോധവും ഇല്ലാത്ത പിള്ളേരെ പോലെയാണ്. പരീക്ഷ പേപ്പർ കാണുമ്പോൾ തന്നെ മൊത്തം അങ്ങോട്ട് ഇരുന്ന് എഴുതാൻ തുടങ്ങും. പരീക്ഷ പേപ്പർ കാണുമ്പോൾ തന്നെ അപ്പം തന്നെ എടുത്ത് നമ്മുടെ ഇലക്ട്രിക് ട്രെയിൻ പോണ പോലെ വന്ദേ ഭാരത് പോണ പോലെ ഒറ്റ പോക്കാണ് പരീക്ഷ എടുത്ത്. അതെന്താ സംഭവം? എഴുതി വന്നിട്ട് അവസാനം 2.5 മണിക്കൂർ പരീക്ഷയ്ക്ക് 1:45 കഴിഞ്ഞപ്പോഴും 10-60 ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ നോക്കിയപ്പോൾ എന്താ പറ്റിയതിരിക്കണത്? 60 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? എല്ലാ ചോദ്യങ്ങൾക്കും 2 മാർക്ക് 1 മാർക്കേ ഉള്ളു. ബാക്കിയുള്ള ചോദ്യം 2 ചോദ്യമുണ്ട്, 20 മാർക്കിൻ്റെ. ഈ 20 മാർക്കിൻ്റെ ചോദ്യം ആദ്യമേ എഴുതി വെച്ചെങ്കിൽ ഇപ്പോൾ ഇനി സമയവും തീർന്നു. ഇതാണ് ഈ പ്രശ്നം. മേജർ ഇഷ്യൂസും ലൈറ്റ് ഇഷ്യൂസും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എൻ്റെ മക്കളെ ജീവിതത്തിൽ 20 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം, ഉത്തരം എഴുതിയിരിക്കണം. എന്ന് വെച്ചാൽ കഠിന പദങ്ങളാണ്, ക്രാക്ക് ചെയ്തിരിക്കണം. എല്ലാം നിങ്ങൾ സിമ്പിളാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എല്ലാം സിമ്പിളാക്കി തരും. നമ്മുടെ സമയം തീരുമ്പോൾ നമുക്ക് നിത്യതയുടെ മാർക്ക് നമ്മൾ എഴുതിയിട്ടുണ്ടാകത്തില്ല. നമ്മുടെ 65 വയസ്സിൽ 70 വയസ്സിൽ നമ്മൾ ഗുഡ് ബൈ പെടുന്ന പോകുമ്പോൾ നോക്കുമ്പോൾ 1-2 മാർക്കിൻ്റെ കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. 10 രോഗികളെ കണ്ടു, കുറച്ച് പത്രം കൊടുത്തു, പിന്നെ അത്യാവശ്യം കുഞ്ഞു കാര്യങ്ങൾ, സൽപ്രവർത്തികൾ ശരി. പക്ഷെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ സുവിശേഷവിധമായി ജീവിക്കുക. ജീവിതത്തിലൊരു ചില ആൾക്കാർ, ഞാനൊരു അമ്മയെ ഒരു ദിവസം പരിചയപ്പെട്ടു. ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്, അവർക്ക് 72 വയസ്സ് ഇപ്പോഴുണ്ട്. എന്നെ കണ്ടപ്പോഴും നിലവിളിച്ച് എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അച്ഛനെ പോലെ ഇരുന്നേനെ വന്ന്.
എന്ത് ഞാൻ പറഞ്ഞ് തീർന്ന് അവിടെ സമയം തീർന്ന്, അവിടെ സമയം തീരുകയാണ്, അവിടെ പരീക്ഷ തീരുകയാണ്. അവർക്ക് ഒറ്റ അടിക്ക് ഒരു 50 മാർക്കിൻ്റെ ചോദ്യം ഉത്തരം എഴുതാനുള്ള സമയം കൊടുത്തു. ഈ പാട്ട് ഇപ്പോഴും ഉത്തരം എഴുതിയിട്ടില്ല. എന്താ പറയണത്? 72, അവർക്ക് മക്കളില്ല, 72ാമത്തെ വയസ്സ് എന്നെ കാണാൻ പറയുകയാണ്, എനിക്കൊരു മകനുണ്ടായെങ്കിൽ ഈ പച്ചയപ്പോലെ ഇരുന്നേനെ വന്ന്. ദാറ്റ് മീൻസ് ദൈവം എനിക്കത് തന്നില്ലെന്നാ പ്രശ്നം. എൻ്റെ ദൈവമേ, ദൈവം എന്ത് തന്നു? ആ തന്നത് കൊണ്ട് സംതൃപ്തിപ്പെട്ടാൽ അനുഗ്രഹമല്ല, ദാറ്റ് ഇസ് ഗ്രേസ്, അതാണ് കൃപ. കൈ ഇടിച്ച് കർത്താവ് അഭിഷേകം ചെയ്യണമേ. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുന്നവനാ ഇവിടെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, മക്കൾ ഇല്ലാത്തത്, മദ്യപാനിയായ ഭർത്താവ്, സ്നേഹിക്കാത്ത ഭാര്യ, അല്ലെങ്കിൽ എന്ത് വിഷയം, അമ്മയാകാം, മരുമകളാകാം, നമുക്ക് സ്നേഹം കിട്ടണില്ല. അതുകൊണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചില മരുമക്കൾ നമ്മളെ സ്നേഹിക്കണില്ല എന്ന് നമ്മൾ പ്രീ സപ്പോസ് ചെയ്തിരിക്കുകയാണ്. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? അതിനെ വരെ എന്ത് ചെയ്യും? കെട്ടിച്ചുവിട്ട മകളുടെ കല്യാണം മുടക്കിക്കൊണ്ട് അവളെ വീട്ടിൽ വിളിച്ചു ചേർത്തു. പണിയേ എങ്ങാനും കർത്താവ് ഇന്നാണ് വരണമെങ്കിൽ, നേരെ വരികയാണെങ്കിൽ പല അമ്മായിയമ്മമാരും കുടുങ്ങും, സത്യമായിട്ടും കുടുങ്ങും. കർത്താവ് ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല, കാലപ്പിടിച്ച് നിലത്തിലടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കാണുമ്പോൾ തന്നെ. എന്താ കാര്യത്തിൽ നിങ്ങളെന്താ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ മകളെ പിടിച്ച് വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ മകൻ്റെ കുറ്റം മുഴുവനും, മരുമകൻ്റെ കുറ്റം മുഴുവൻ പറഞ്ഞ് ഇവളെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. എത്ര പിശാചുക്കളാണെന്നറിയാവാ. ഇത്രയും കുടുംബങ്ങൾ കലങ്ങിയതിൻ്റെ പിന്നിലെല്ലാം പെണ്ണിൻ്റെ അമ്മമാരുടെ റോള് ഭയങ്കരമാണ്. ഒരു സംശയമില്ല. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടാണെന്ന് പറയണത്. ഇത്രയും കൗൺസിൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. 21 ലക്ഷം. എത്ര കാര്യം, അച്ഛനായപ്പോൾ തുടങ്ങിയ ജോലിയല്ലേ ഇത്? ഇപ്പം തുടങ്ങിയത് പുതിയതായിട്ട് ധ്യാനകേന്ദ്രം തുടങ്ങിയല്ലോ ഇത്. എത്ര വർഷമായി? 87 തുടങ്ങിയതാണ്. അതായത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിൻ്റെ കൂദാശയ്ക്കെതിരെ ആര് സംസാരിച്ചാലും അവൾ അമ്മയുമല്ല അപ്പനുമല്ല. നിങ്ങൾ ആളെ തിരിച്ചറിയണം. സാത്താനാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കൂദാശയുടെ വില നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പം ഇന്നലെ എലിസബത്ത് ആൻ്റണി എന്താ ഇവിടെ സംസാരിച്ചത്? എൻ്റെ ഭർത്താവ് അവിശ്വാസിയാണ്. അവർ പറഞ്ഞില്ലേ, എൻ്റെ ഭർത്താവ് അവിശ്വാസിയാണ്, ദൈവത്തിൽ വിശ്വാസമില്ല. പക്ഷേ അദ്ദേഹത്തിന് കോവിഡ് വന്നപ്പോൾ എൻ്റെ ബ്രദറ് ഉടമ്പടി എടുത്ത ആളാണ്. എൻ്റെ ബ്രദർ എൻ്റെ അടുത്ത് ഉടമ്പടി തലം തന്നിട്ട് നെറ്റിക്ക് പൂശിയിട്ട് ഓൺലൈനിൽ വീഡിയോ കോളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ശ്വാസം കിട്ടണത് 48% മാത്രമേ എൻ്റെ ലങ്സ് വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ മരണത്തോട് അടുക്കിയിരുന്നു. അപ്പോൾ ഉടമ്പടി തലം തേച്ച് എൻ്റെ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സുഖപ്പെട്ടു. എനിക്ക് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് സുഖപ്പെട്ടു, പക്ഷേ നടക്കാൻ പറ്റണില്ല, പെട്ടെന്ന് വീഴും, തല ചുറ്റും. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് പോയി, അദ്ദേഹം പൊളിറ്റിക്കലിൽ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയും വലിയ ദുരന്തം സഹിക്കാൻ എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ കർത്താവിൻ്റെ കണ്ണീരിട്ടു, കർത്താവെ എൻ്റെ ജീവിത പങ്കാളി തിരിച്ച് ജീവിതത്തിലേക്ക് വരണം. അപ്പോൾ അതിന് ഞാനെന്ത് ചെയ്തു? ഞാൻ ചെയ്തത്, കർത്താവെ നീ പറഞ്ഞിട്ടുണ്ട്, ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം, അത് ഭയങ്കര റിച്ചാണ് ആ സാക്ഷ്യം. നീ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഭർത്താവും ഭാര്യയും ഒരു ശരീരമാണ്. എന്താ അവരെ കോട്ട് ചെയ്യുക, വചനം കോട്ട് ചെയ്യും. എന്താ പറഞ്ഞാൽ കോട്ട് ചെയ്തിരിക്കണത്? മത്തായി ശ്രീകാരുടെ സുവിശേഷം 19:5 എന്താ പറയണത്? ഭർത്താവും ഭാര്യയും ഒരു ശരീരമാണ്, ദൈവം യോജിപ്പിച്ചതാണ്, ഒരു ശരീരമാണ്, അവർ രണ്ടല്ല. അപ്പോൾ ഭർത്താവും ഭാര്യയും ഒരു ശരീരമാണെന്ന് അതും പറഞ്ഞുകൊണ്ട് അവരെന്തിനാ പറഞ്ഞതെന്നറിയാവോ? എൻ്റെ ഭർത്താവിന് വിശ്വാസമില്ല, എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കാലെ പെരട്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്. എന്നിട്ട് എൻ്റെ കാലെ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ച് പെരട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാലുകൾക്ക് കർത്താവ് ശക്തി കൊടുത്തു, അതിൽ എഴുന്നേക്ക് നടന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ.
കാര്യം കൂടി പറഞ്ഞായിരുന്നു. അതാണ് ഈ കൂദാശി എന്ന് പറയണത്. ഇന്ന് കൂദാശി എന്ന് പലപ്പോഴും നിങ്ങളുടെ വയറ്റിപ്പിഴപ്പിന് കൂദാശയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തെ മറന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ച് നിത്യതയെ വെറുത്ത് ചുമ്മാ മൃഗങ്ങളായിട്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ ജീവിത പങ്കാളികൾ നമ്മുടെ ലോകത്തുണ്ട്. നിങ്ങൾക്കറിയാം, കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. കാര്യം എന്താ? നിത്യത കൈവിട്ടു പോകും. നിത്യതയോട് അടുപ്പിച്ചത് എന്താണ്? കൂദാശ. ആ ചേച്ചി പറഞ്ഞത് എന്താ നിങ്ങൾക്കറിയാമല്ലോ. ഈ എലിസബത്ത് ആന്റണി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ മിനിസ്റ്റർ എ കെ ആന്റണിയുടെ മുൻ മിനിസ്റ്റർ മന്ത്രി ബഹുമാനപ്പെട്ട എ കെ ആന്റണിയുടെ വൈഫാണ്. അവർ പറഞ്ഞ സാക്ഷികൾ കേൾക്കണം. എന്താ അവർ പറയണത്? എൻ്റെ ഭർത്താവിന് വിശ്വാസമില്ല, പക്ഷേ ഞാനെന്തെങ്കിലും സമീപിച്ചത് കർത്താവിൻ്റെ വചനത്തിലാണ്. കർത്താവിൻ്റെ വചനത്തിൽ എന്താ പറയണത്? അവിശ്വാസിയായ ഭർത്താവ് എന്ത് ചെയ്യുന്ന പറയണത്? ഭാര്യ മുഖേന വിശുദ്ധ. അതാണ് ദൈവനിശ്ചയം. അതുപോലെ അവിശ്വാസിയായ നിങ്ങൾ ടേക്ക് ദ ബെഡഫോർഡ് 1 കൊറിന്തോസ് 17:14. കൊറിന്തോസ് 7:14. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഈ ഒറ്റ വിശ്വാസത്തിലെ ആ സ്ത്രീ വിശുദ്ധയാകുകയാണ്. കൈയിടിച്ച് കർത്താവ് അതിൻ്റെ താഴെ കമൻറ്റുകൾ വായിക്കണം. കർത്താവേ, ഇങ്ങനെ ഒരു സാക്ഷ്യം നീ എനിക്കും തന്നെങ്കിലേ ഞാൻ നിനക്ക് വേണ്ടി സാക്ഷിയാകണമെന്ന്. നാളെ അവർ അറിയപ്പെടാൻ പോകുന്നത് ഭൂമിയിൽ നമ്മുടെ ഈ രാജ്യരക്ഷാ മന്ത്രിയുടെ ഭാര്യയായിട്ടല്ല. ആ അറിവെല്ലാം സിമിത്തിരിച്ച് തീരുകയാണ്. മനുഷ്യൻ അത് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് രാഷ്ട്രീയ ബന്ധത്തിൽ ചകഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ചർച്ചാവേദിയാക്കി ആ വിഷയം മാറ്റിയത്. ഞാനതിനകത്ത് ആ കക്ഷി ചേരാത്തതിൻ്റെ കാരണം എനിക്കറിയാം, അത് പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഏറ്റവും വലിയ എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സാക്ഷ്യമാണ്. കാര്യം അതുപോലെ പറയണം, അവർ ജീവിച്ചിട്ടാണ് പറയണത്. എന്താണ്? എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാര്യം എന്താണ്? അദ്ദേഹം അവിശ്വാസിയാണ്, ഞാൻ ആരാണ്? വിശ്വാസിയാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. അവിശ്വാസിയായ വ്യക്തി അവൻ്റെ അമ്മ മുഖേനയല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്. അവിശ്വാസിയായ വ്യക്തി അവൻ്റെ അപ്പൻ മുഖേനയല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്. അവിശ്വാസമായ വ്യക്തി അവൻ്റെ ജീവിത പങ്കാളി മുഖേനയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. കൈയിട്ടിച്ച് കർത്താവ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങൾ അവിശ്വാസിയാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവിശ്വാസ്യം മീൻസ് എന്താണ്? വിശ്വാസത്താൽ, അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ Ephesians 2:8 എന്താ പറയണത്? അതായത് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? വിശ്വാസം നമുക്ക് എന്താ തരണത്? കൃപയാണ് നൽകണത്, അല്ലേ? Ephesians 2:8 എന്താ പറയണത്? വിശ്വാസം വഴി പറഞ്ഞേ, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം നമുക്ക് എന്താ തരണത്? കൃപ. അപ്പം കൃപ നമുക്ക് ലഭിക്കണത് എന്തിൽ നിന്നാണ്? എൻ്റെ സോഴ്സ് എന്താണ്? വിശ്വാസമാണ് സോഴ്സ്. അതിൻ്റെ അവിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നഷ്ടപ്പെടാൻ പോണത്? കൃപ എന്ന് വെച്ചാൽ നിത്യജീവൻ. നിത്യജീവൻ നഷ്ടപ്പെട്ടത് കൃപയുടെ അലംഭാവമോ ആഭാവമോ മൂലം നിങ്ങൾക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടാൽ അത് നേടാൻ നിൻ്റെ അമ്മയ്ക്കോ അപ്പനോ മക്കൾക്കോ ഒന്നുമില്ല. അതിൻ്റെ ചാൻസ് ആർക്കാ ഉള്ളത്? നിൻ്റെ ജീവിത പങ്കാളിയാണ്. ജീവിത പങ്കാളി വേർപെട്ടുകൊണ്ട് അപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെ നടക്കുന്ന കാണ്ടാമൃഗങ്ങൾ, ഞാൻ പറഞ്ഞ വചനങ്ങൾ കേൾക്കണം. എന്നിലൂടെ കർത്താവ് നിന്നോട് അന്ത്യമായിട്ട് നിനക്ക് ശാസനം നൽകുകയാണ്. അന്ത്യശാസനം എന്താ കാര്യം? നിന്നെ വിശുദ്ധീകരിക്കാൻ, നിൻ്റെ ആത്മാവ് വീണ്ടെടുക്കാൻ, നിന്നെ നിത്യതയിലേക്ക് കർത്താവോട് ചേർക്കാൻ നിൻ്റെ അപ്പനോ അമ്മക്കോ മക്കൾക്കോ പറ്റത്തില്ല. നിന്നെ കൂദാശ ചെയ്തേൽപ്പിച്ച ദൈവത്തിന് മാത്രം പറ്റത്തുള്ളൂ. ആ ദൈവത്തിന് വചനം കേട്ടുകൊണ്ട് താമസിക്കുന്നവരെ അനുതപിച്ചുകൊണ്ട് തിരിച്ചു വരാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ശ്രദ്ധിക്കട്ടെ. ജീവിക്കും വിശ്വാസിയെ പതരാവേ, വിശ്വാസിയെ പതരാവേ, വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും വിശ്വാസിയെ പതരാവേ, വിശ്വാസിയെ പതരാവേ, വിശ്വാസിയെ പതരാവേ, വിശ്വാസിയെ പതരാവേ, വിശ്വാസിയെ പതരാവേ,
നിൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളെ മേൽ ദൈവം കരുണയോടെ കടാക്ഷിക്കുന്ന സമയമാണ്. തീർത്ഥാടനത്തിലിരിക്കുന്നവരും ഇവിടെ വന്നിട്ടുള്ളവരും ഇവിടെ ഓൺലൈനിൽ ഈ ആരാധന കൂടുന്നവരും കർത്താവ് 2 സാമുവേൽ 5:23-5 പറഞ്ഞിരിക്കുന്ന പോലെ രക്ഷയും ജീവിത അഭിലാഷങ്ങളും നിത്യജീവനും അനുദിന ജീവിത ആവശ്യങ്ങളും കൃപയും അനുഗ്രഹവും എല്ലാം ഉടമ്പടിയുടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പെടുന്നതാണ്. അവ നേടാനുള്ള സമയമാണ് ആരാധന സമയം. അച്ഛൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, അച്ഛൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, ഇതിൻ്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അപ്പാ, സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പാ, അങ്ങേ കൈകൾ അങ്ങയുടെ അവകാശമോഹിനിയാകുന്ന കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട അവകാശമോഹിനിയാകുന്ന തിരുസഭയുടെ മേലെ ഈ സഭാ സമൂഹത്തിന് മേലെ അങ്ങ് കൈനീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉച്ചമുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥി ഞരമ്പുകളിലും രക്തഞരമ്പുകളിലും യേശു ക്രിസ്തുവിന്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങള്, തീരവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധന എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ. മഹത്വം ആരാധന. മകളെ, ദൈവസ്നേഹത്തിൻ്റെ സമയമാണിത്. ഹൃദയത്തിൽ സ്നേഹം നിറയാൻ, മനസ്സിൽ വിശ്വാസം നിറയാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ മാപ്പ് ചോദിച്ചുകൊണ്ട് ഉടമ്പടിക്ക് ചേർന്ന സൂക്ഷ്മത, ജീവിത സൂക്ഷ്മത പുലർത്താൻ വേണ്ടി കർത്താവിനോട് പ്രതിജ്ഞ ചെയ്യുക. ഇപ്പോൾ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും സമയമാണ്. കർത്താവെ, ഇപ്പോഴ് ആന്തരിക അവയവങ്ങൾ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കരള്, ലിവറ്, അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ, കുടലുകൾ, അൾസറ്, അരിസസ്, PCOD, അതുപോലെ രക്തം മാർന്നു പോകുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ മക്കൾ ഇല്ലാത്തവർ, അടിവയറ്റിൽ ക്യാൻസർ ഉള്ളവർ, സിസ്റ്റുകളുള്ളവർ, ശിരസിൽ ഹാമറേജ് ഉള്ളവർ, അതുപോലെ തന്നെ ശിരസിൽ ബ്ലോക്ക് ഉള്ളവർ, ഇങ്ങനെ ഓരോ മനുഷ്യർക്ക് വേണ്ടി തളർന്ന് കിടക്കുന്നവർ, അവരെല്ലാം നിങ്ങൾ ഓർക്കുക. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, കരുണ തോന്നണമേ. അങ്ങയുടെ മുൾക്കിഴത്തെ ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കരുണ തോന്നണമേ. അങ്ങയുടെ തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ മക്കളോട് കരുണ തോന്നണമേ. അങ്ങയുടെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് മക്കളോട് കരുണ തോന്നണമേ. നിന്റെ കുരിശ് യാത്ര ഓർത്തുകൊണ്ട് മക്കളോട് കരുണ തോന്നണമേ. നിന്റെ കുരിശ് തറഞ്ഞു കിടന്ന മരിഞ്ഞു തീർന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മക്കളോട് കരുണ തോന്നണമേ. നിന്റെ കുരിശ് മരണത്തിൽ നീ അനുഭവിച്ച വേദന ഓർത്തുകൊണ്ട് കരുണ തോന്നണമേ. യേശുക്രിസ്തുവിൻ്റെ കരുണയുടെ കൃപകൾ നിങ്ങൾ മേലെ ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. പാപത്തെ മോചിപ്പിക്കുന്ന കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, സിസ്റ്റുകൾ യേശുക്രിസ്തു നാമത്തിൽ, ക്യാൻസർ മാറുക യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സൗഖ്യമാക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സദയം തുടേ
സുഖമായിടും എൻ്റെ അരികിൽ വരേണേ, സദയം തുടേണേ, സുഖമായിടും എൻ്റെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ മറ്റ് ജീവിത സാഹചര്യങ്ങളെ, മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ജപ്തി നടപടി നേരിടുന്നവരെ, സാമ്പത്തിക ബാധ്യതയുള്ളവരെ, ഓഫർ ലെറ്റർ വന്നൊരു വിസ വരാത്തവരെ, അതേസമയം തന്നെ അന്യരാജ്യങ്ങളിൽ ജയിലിൽ കുടുങ്ങിപ്പോയവരെ, അവിടെ സ്ഥലം കിട്ടാത്തവർ, വീട് കിട്ടാത്തവർ, ജോലി കിട്ടാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, തിരിച്ചു പോരേണ്ടി വന്നിരിക്കുന്നവരെ, നാട്ടിൽ തന്നെ ജോലി മുടങ്ങിപ്പോയവർ, ജോലി ഇല്ലാത്തവരെ, സാമ്പത്തിക ബാധ്യതകൾ വിഷമിക്കുന്നവരെ, തൊഴിൽ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ നഷ്ടപ്പെടാൻ പോകുന്നവരെ, അതിന് വേണ്ടത്ര വരുമാനമില്ലാത്തവർ, ജീവിക്കാൻ മാർഗമില്ലാതെ വേദനിക്കുന്നവരെ ഈ നിമിഷം കർത്താവ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ എല്ലാ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ, ആൾത്താരിൽ നടന്ന പ്രത്യക്ഷീകരണത്തെ ശക്തിയാൽ, ആൾത്താരിൽ നടന്ന 16 ആരാധന ശക്തിയാൽ എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാ ജീവിത തടസ്സങ്ങളും യേശുവിന്റെ നാമത്തില് നീങ്ങിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എപ്പിലെപ്സി രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി, ഗർഭസ്ഥ ശിശുവിനുണ്ടായിരിക്കുന്ന ആന്തരിക വിഷയങ്ങൾ, ബെഡിനായി കിടക്കുന്ന, ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഗർഭിണികൾ, അവരുടെ സുഖപ്രസവത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളെ ഓർത്ത്, കുട്ടികളുടെ ഐസിയുവിൽ കിടക്കുന്ന, അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പിരിയാൻ പോകുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും, ദൈവത്തിന് നിരക്കാത്ത ജീവിതത്തിലേക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടും, വിശുദ്ധിയില്ലാത്തവരുടെയും ദൈവത്തെ മാനിക്കാത്തവരുടെയും പണക്കൊതിയന്മാരുടെയും കൊതിച്ചുകളുടെയും താല്പര്യങ്ങൾ കൊണ്ട് കൂദാശയെ അപമാനിക്കുന്നവരും, കൂദാശ ജീവിതത്തെ അപമാനിക്കുന്നവരും, അവരുടെ മാനസാന്തരം ഉൾപ്പെടെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ദൈവികമായ ഇടപെടലുകൾ, നിന്നെ കണ്ണീരിലാടുത്തുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവ് ഇടപെടുന്ന മാതാവ് മധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങൾക്കായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈ ആരാധനയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ എല്ലാ ജീവിത തടസ്സങ്ങളും touch with the fire finger, soak with the precious blood, and with Jesus Spirit, and with the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless us for you, the grace and peace and power and healing, in the name of Jesus Christ, who is coming to judge for the living and dead, led by fire. Amen. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എല്ലാവരും മുട്ടേ നിൽക്കുക, കൈകൾ കൂപ്പി. കർത്താവിൻ്റെ കൃപയിൽ അഭിഷിക്തരായി നമ്മൾ നിൽക്കുന്ന സ്വർഗീയ നിമിഷമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോഴും ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ, അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ ഇപ്പോഴും ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിൽ ഇവിടെയുള്ളവരും ഇപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
ഇപ്പോൾ സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. മുട്ടെ നിൽക്കുക. ശിരസ് നമിച്ച് നമുക്കൊരു വികാരണനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,